വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കർത്താവിനെ തന്നെ വചനം ഒരു മനുഷ്യരൂപം എടുത്ത് ഈ ഭൂമിയിൽ വന്ന നമ്മുടെ കർത്താവിനെ തന്നെ കർത്താവിലേക്ക് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ വീണ് വണങ്ങുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം. ഒരു നല്ല മനസാക്ഷിയോടെ ഞങ്ങളായിരിക്കട്ടെ കർത്താവേ. അവിടുന്ന് തന്നെ ഞങ്ങളോട് സംസാരിച്ചാട്ടെ. ഈ വൈകിയ വേളയിലെ കർത്താവേ, ഞങ്ങളോട് സംസാരിക്കാൻ വെമ്പുന്ന ഒരു ഹൃദയം, അതെ കർത്താവേ, ഈ ലോകത്തിലെ ആരെക്കാട്ടിലും ഞങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വചനമായ കർത്താവ് അങ്ങ്, അവിടുത്തെ പേര് തന്നെ വചനം എന്ന പേരെടുത്ത കർത്താവ്, ഞങ്ങളോട് സംസാരിക്കുവാൻ കഴിയുന്നവനായ കർത്താവ്. പേശും ദൈവം നീ, പേശാതെ മരവോ കല്ലോ അല്ല എന്ന് ഞങ്ങൾ പാട്ടിൽ പാടുന്നത് പോലെ കർത്താവ് ഞങ്ങളോട് സംസാരിക്കുന്ന കർത്താവ് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. മനുഷ്യന്റെ ശബ്ദം കൊണ്ട് യാതൊരു പ്രയോജനമില്ലല്ലോ എന്ന കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് ആത്മാവിലൂടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവിടുന്ന് ഞങ്ങളോട് വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. അത് അവിടുത്തെ ശബ്ദം, അവിടുത്തെ വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. കർത്താവെ, ജീവന സമൃദ്ധിയായ ജീവൻ ഞങ്ങൾക്ക് തരണമേ. നിത്യജീവന്റെ മൊഴികൾ അവിടുത്തെ പക്കൽ മാത്രമേ ഉള്ളൂ. കർത്താവെ, അങ്ങയിലേക്ക് ഞങ്ങൾ നോക്കുന്നു, അങ്ങയിലേക്ക് ഞങ്ങൾ കൂടി അണയുന്നു. അങ്ങേ വിട്ട് ഞങ്ങൾ ഇവിടെ പോകും. അങ്ങ് മാത്രം മതി കർത്താവെ. ഞങ്ങൾ പാടിയതുപോലെ നന്ദി കർത്താവെ, നന്ദി. ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനോട് സ്തുതിക്കുന്നു. എല്ലാ യേശുവിന്റെ വിലയേറിയ മാത്രമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. നമ്മൾ വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വരെയായിരുന്നു കഴിഞ്ഞ ആഴ്ച. 14-ാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ച് തുടങ്ങിയായിരുന്നു. അവിടെ എന്താ നമ്മൾ കണ്ടത്? ഒരു ഭാഗ്യാവസ്ഥയെ കുറിച്ചാണ്. നമ്മള് വെളിപ്പാട് പുസ്തകത്തിന്റെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം. യോഹന്നാൻ അപ്പോസ്തലന് പത്മോസ് ദ്വീപിൽ താൻ നാടുകടത്തപ്പെട്ടപ്പോൾ 90 വയസ്സിലേറെ ആയിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ ആ സമയത്ത്. ഏത് വർഷമാണ് ഈ വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടതായിട്ട് നാം മനസ്സിലാക്കുന്നത്? AD 94 മുതൽ 96 എന്ന് പറയാൻ AD 95, 94 മുതൽ 96 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ പത്മോസ് ദ്വീപിൽ വെച്ച് എഴുതപ്പെട്ടതായിട്ട് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ വാഴ്ചയുടെ അവസാന കാലത്ത് പത്മോസ് ദ്വീപ് എന്ന് പറഞ്ഞാലും നമ്മളുടെ ആ ഒരു മെഡിറ്ററേനിയൻ സീ, മധ്യധരണ്യാഴിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ജിയോഗ്രഫിയിലൊക്കെ. അതായത് യൂറോപ്പിനും ഏഷ്യയിലും ഇടയ്ക്കുള്ള ആ സ്ഥലമാണ് മെഡിറ്ററേനിയൻ സീ. അതിൻ്റെ ഒരു ഇലോങ്ങേറ്റഡ് എംബേയ്മെന്റ്, അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ഏജിയൻ കടലുണ്ട്. ആ ഏജിയൻ സീ, ആ ഏജിയൻ കടലിലുള്ള ഒരു റോക്കി ബാരൻ ഐലൻഡ്, വളരെ പാറകളാൽ നിറഞ്ഞ വളരെ ഊഷരഭൂമി, ബാരൻ, അതായത് വലിയ വെള്ളമോ അതുപോലൊന്നും ഇല്ലാതെ ഒരു മരുഭൂമി മാതിരിയുള്ള ഒരു സ്ഥലം. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അങ്ങനെ ആ ഒരു കഷ്ടതയിൽ താൻ 90 വയസ്സുള്ള ഒരാളെ വേറെ എങ്ങോട്ടെങ്കിലും, 90 വയസ്സിൽ കൂടുതലുള്ള ഒരാളെ എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുവച്ചാൽ തന്നെ അതൊരു പീഡനമായിരിക്കും. എന്നാൽ ഇതുപോലൊരു മരുഭൂമിയിലേക്ക് നാടുകടത്തുക എന്ന് പറഞ്ഞാൽ എത്ര മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് അവിടെയാണ് ആ കഷ്ടതയുടെ നടുവിൽ താന് ദൈവത്തോട് പരാതിയും പിറുപിറുപ്പുമായിട്ടിരുന്നില്ല. മറിച്ച് എന്ത് ചെയ്തു? താൻ ആത്മാവിലായിരുന്നു, ആത്മവിവശനായിരുന്നു എന്ന് പറയുമ്പോൾ ആത്മാവിന് അധീനനായിരുന്നു എന്നുള്ളൊരർത്ഥമാണ്. ഇൻ ന്യൂമ ഹി വാസ് ഇൻ ദ സ്പിരിറ്റ് എന്നാണ് നമ്മളവിടെ വെളിപാട് 1:10 നമ്മൾ വായിക്കുന്നത്. അവിടെ വെളിപ്പാടുകൾ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് യേശുവിൻ്റെ വെളിപ്പാട് എവിടെ ഉണ്ടാവത്തുള്ളൂ? ഏതൊരു കഷ്ടങ്ങളോ, ഇപ്പം ഒരുപക്ഷെ പ്രകടമായിട്ടുള്ള കഷ്ടങ്ങൾ നമുക്ക് ഇല്ലായിരിക്കാം, പ്രകടമായിട്ടുള്ള കഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം. ആ കഷ്ടങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ദൈവത്തിന് മുമ്പാകെ അവിടെ കർത്താവെ, എൻ്റെ ഇഷ്ടം പോലെ അല്ല അവിടുത്തെ ഇഷ്ടം പോലെ, നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയും കണ്ടതുപോലെ കർത്താവിൻ്റെ വൺ-ടൈം ഓട്ടോബയോഗ്രഫി എപ്പോഴും പിതാവെ അവിടുത്തെ ഇഷ്ടം പോലെ, എൻ്റെ ഇഷ്ടം പോലെ അല്ല എന്ന് പറഞ്ഞ ഒരു കർത്താവിൻ്റെ പാദം. അങ്ങനെ തന്നെ യേശുവിൻ്റെ ആ കാലടികൾ പിന്തുടർന്ന് എന്താ ജോൺ ദ അപ്പോസ്റ്റൽ, യോഹന്നാൻ അപ്പോസ്റ്റലിനും എന്ത് ചെയ്തു? ഇതുപോലുള്ള കഷ്ടങ്ങളുടെയൊക്കെ മധ്യത്തിലും പിതാവെ അവിടുന്ന് അനുവദിച്ചു, അവിടുന്ന് അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല, അവിടുന്ന് എല്ലാത്തിനും എനിക്ക് കൃപ തരും. അങ്ങനെ താന് ദൈവമുമ്പാകെ അങ്ങ് സാഷ്ടാംഗം വീണു. ദൈവമുമ്പാകെ സാഷ്ടാംഗം വീണ് താൻ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അധീനതയിലായി. നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തെ എവിടെ സമ്പൂർണ്ണമായിട്ട് നാം ദൈവമുമ്പാകെ സമർപ്പിക്കുന്നു, അവിടാണ് എന്തുണ്ടാവുന്നത്? പരിശുദ്ധാത്മാവിന് നിറവുണ്ടാകുന്നത്. ബാക്കി സ്വന്തം ഇഷ്ടം സമർപ്പിക്കാതെ, നമ്മളുടെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ ഇഷ്ടങ്ങൾ നമ്മൾ ദൈവത്തിന് മുമ്പാകെ അടിയറവ് പറയാതെ നമ്മൾ എന്തെല്ലാം അഭിപ്രായങ്ങൾ കാട്ടിക്കൂട്ടി ഭയങ്കര ഇമോഷണൽ എക്സാസിബേഷൻ, ഭയങ്കര ഒരു വൈകാരിക ഇളക്കപ്പെരുപ്പം ഉണ്ടായാലും അതൊന്നും
പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളല്ല, അതെല്ലാം നമ്മുടെ ദേഹിയുടെ തലത്തിൽ, സോളിന്റെ തലത്തിലുള്ള ഒരു ഇമോഷൻസ് വിപ്പപ്പ് ചെയ്യുന്ന കുറേ പാട്ട് പാടി നമ്മളിങ്ങനെ ഒത്തിരി ഡ്രം ബീറ്റ്സും ഇതൊക്കെ ആയിട്ട് ഒത്തിരി ബഹളവും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഒരു ഇമോഷണൽ അപ്ഹെവൽ ഉണ്ടാവും. നമുക്ക് പോയി എന്തോ ഒരു ദിവസാനം മാതിരിയൊക്കെ തോന്നും. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കാതെ ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവിൻ്റെതെന്നുള്ള പേരുള്ള എല്ലാ അനുഭവങ്ങളും വ്യാജമാണ്, പൂർണ്ണമായും തെറ്റാണ്. ഈ ഇതൊക്കെ ക്വിസിലൊക്കെ അവർ പറയും ഈ ഉത്തരം പൂർണ്ണമായും തെറ്റാണ് എന്ന് പറയുന്നത് പോലെ അങ്ങനെയൊക്കെയുള്ള ഈ സ്വന്തം ഇഷ്ടത്തെ വിലയിരുത്താതെയുള്ള എന്തനുഭവങ്ങളും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെതായിട്ട് തോന്നിക്കുന്ന അനുഭവങ്ങളായിട്ട് നമുക്ക് തോന്നുമായിരിക്കും. ചിലപ്പോൾ വലിയ സ്വർഗീയ അനുഭവം മാതിരിയൊക്കെ പെട്ടെന്ന് അങ്ങ് തോന്നുമായിരിക്കും. പക്ഷേ അതെല്ലാം വ്യാജാനുകരണങ്ങൾ മാത്രമാണ്, കൗണ്ടർഫീറ്റ് നോട്ട്സ് മാത്രമാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവും ജഡവും, ജഡം എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടം, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനെ ആ ബൈബിളിൽ ജഡം എന്നുള്ള വാക്കുകൊണ്ട് പുതിയ നിയമത്തിൽ പലയിടത്തും ഉപയോഗിച്ചിട്ടുള്ളത്. ശരീരം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ച സ്ഥലങ്ങളുണ്ട്, എന്നാൽ സ്വന്തം ഇഷ്ടം എന്നുള്ള അർത്ഥത്തിൽ പലയിടത്ത് പുതിയ നിയമത്തിൽ ജഡം, ഫ്ലഷ് എന്നുള്ള വാക്ക്, സാക്സ് എന്നുള്ള ആ ഒരു ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ജഡവും ആത്മാവും തമ്മിലാണ് പോരാട്ടം എന്ന് എവിടെ പറയുന്നത്? ഗലാത്യർ, വെരി ഗുഡ്, 5:17 വാക്യം. ഗലാത്യർ 5:17 പരിശുദ്ധാത്മാവിന്റെ ശത്രു ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം ഇഷ്ടം, നമ്മളിലുള്ള ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള, നമ്മുടെ സ്വന്തം ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിലുള്ള ആ ഒരു ദൈവത്തിന്റെ വചനത്തിന്, ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ട് നമ്മളിലുള്ള ഒരു ഉയർച്ച, ഞാൻ എന്നുള്ള ഒരു ഭാവം, ഞാൻ, എൻ്റെ ഇഷ്ടം, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണം, അതാണ് ദൈവത്തിന്റെ ശത്രു. ദൈവത്തിന്റെ ശത്രു ജഡമുണ്ട്. ആ ജഡത്തെ അഭിരമിപ്പിക്കുന്ന ഒരു ലോകവ്യവസ്ഥയുണ്ട്. കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിന്റെ പ്രതാപം അടങ്ങിയ ഒരു ലോകവ്യവസ്ഥ, 1 യോഹന്നാൻ 2:16. പിന്നെ ആ ലോകത്തിന് അധിപനായിട്ടുള്ള ആരുണ്ട്? പിശാചുണ്ട്. പിശാജ്, ലോകം, ജഡം, ജഡം, ലോകം, പിശാജ് എന്നുള്ള ആ ഒരു തൃത്വം, നമ്മൾ ദൈവം തൃത്വമായിരിക്കുന്ന പോലെ ജഡം, ലോകം, പിശാജ് എന്നുള്ളൊരു ട്രയാഡ്, ആ ഒരു മൂന്നംഗ സംഘം, എന്താ ഇങ്ങനെ ഈ കുറുവർ സംഘം, എന്താ കുറുവാ സംഘം ഒക്കെ പറയുന്നത്, അങ്ങനെ ഒരു കൊള്ള സംഘം, മൂവർ സംഘമാണ് എന്ത്? ജഡം, ലോകം, പിശാച്. അത് നമ്മൾ എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. 2-3 ഞായറാഴ്ച മുമ്പേ നമ്മൾ ആ വാക്യങ്ങളൊക്കെ റെഫർ ചെയ്തായിരുന്നു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പം ആ ജഡം, ലോകം, പിശാച്, അപ്പം ആ ജഡം താഴ്ത്തി ഏൽപ്പിക്കുന്നിടത്താണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് എപ്പോഴാണ് നമ്മൾ നിറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും അങ്ങ് താഴ്ത്തി, 0 ആയിട്ട്, എം ടി ആയിട്ട് ഏൽപ്പിക്കുമ്പോഴാണ്. പരിശുദ്ധാത്മ എപ്പോഴും നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാനാണ് ദൈവത്തിന്റെ ഒരു പ്രേരണ. ഞാൻ എന്താ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ വെളിപാട് പുസ്തകം എഴുതപ്പെട്ട, നമ്മളിപ്പോൾ അവസാനത്തെ പേജിലാണ്. അപ്പം വെളിപാട് പുസ്തകം എഴുതപ്പെട്ട യോഹന്നാൻ ആ വെളിപ്പാട് എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു കാര്യം പറയുക. നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമെങ്കിലും ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾക്ക് തന്നെ അതൊരു കാര്യങ്ങൾ കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാകുക എന്ന് പറഞ്ഞാൽ ആഴത്തിൽ പതിയുവാൻ, ഡീപ്പ് റൂട്ടഡ്, അത് രൂഢമൂലം. ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ള മലയാള പദങ്ങൾ പറയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ ചോദിക്കും വാട്ട് ഈസ് രൂഢമൂലം വെച്ചാൽ എന്ന് അവർ എഴുതിയിട്ട് ചോദിക്കും. അപ്പോൾ അവർ എഴുതിയിട്ട് പിന്നീട് ചോദിക്കുന്നതിന് വരെ ഇപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ള മലയാളം വാക്ക് പറയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒരു കുറച്ചുകൂടെ ഒരു ഡീപ്പ് റൂട്ടഡ്, അതാണ് രൂഢമൂലം. ഇങ്ങനെ ആ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് നമുക്ക് പതിയേണ്ട ചില കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നത് നല്ലത് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ? അപ്പം നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മ എപ്പോഴും നമ്മെ തന്നെ താഴ്ത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു ആത്മാവാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് നമ്മെ തന്നെ ദൈവമുമ്പാകെ അങ്ങ് 0 ആയിട്ട് താഴ്ത്താൻ ഏൽപ്പിക്കുന്ന ആത്മാവ്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളിൽ വന്നങ്ങ് നിറയും. നമ്മളുടെ ആ ജഡമാകുന്ന ആ ഒരു തിരശീല പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള വാളാകുന്ന ദൈവവചനത്താൽ ചീന്തപ്പെടുന്ന കാര്യമൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ എബ്രായർ 10:19-20 വാക്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പം അങ്ങനെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോഴാണ് പരിശുദ്ധാത്മ നമ്മളിൽ നിറയുന്നതും. അങ്ങനെ പരിശുദ്ധാത്മാവിന് അധീനരാകുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുന്നത്? എന്തുണ്ടാവുന്നത്? റെവലേഷൻ ഉണ്ടാകുന്നത്. റെവലേഷൻ എന്നുള്ള വാക്ക് ഗ്രീക്കിൽ എന്താ ആ വാക്ക്? അപ്പോകാലിപ്റ്റോ എന്നുള്ള വാക്കാണ്. അപ്പോകാലിപ്റ്റോ എന്നുള്ളത് അതിന്റെ വേർബൽ ഫോമാ, റിവീൽ എന്നുള്ള വാക്ക്. ഇത് അപ്പോകാലിപ്സിസ്. അപ്പോ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ, ഓഫ്, ഔട്ട് ഓഫ്, സെപ്പറേഷനെ കുറിക്കുന്ന ഒരു പദമാണ്. കാലിപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെപ്പോഴും പറയുന്ന കാര്യം തിരശീല എന്നാണ് അർത്ഥം. അപ്പോൾ കാലിപ്സിസ് എന്ന് വെച്ചാൽ തിരശീല നീക്കുക, മറ നീക്കുക, വെളിപ്പെടുത്തുക, അനാച്ഛാദനം ചെയ്യുക. നമ്മൾ ഈ ചില വലിയ കെട്ടിടങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മന്ത്രി വന്ന് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു കട്ടൻ മാതിരി ഒന്നിങ്ങനെ വലിക്കും. അപ്പൊ ഇങ്ങനെ ശിലാഫലകമൊക്കെ ഇങ്ങനെ അനാച്ഛാദനം ചെയ്തു. അനാച്ഛാദനം ചെയ്ത് അൺവെയിൽ ചെയ്തു, വെയിൽ അങ്ങ് മാറ്റി എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് ദൈവത്തിന്റെ തേജസ് കാണാതിരിക്കത്തക്ക വണ്ണം ഒരു
തിരശ്ശീല, നമ്മുടെ ജഡമാകുന്നൊരു തിരശ്ശീലയുണ്ട്. നമ്മളതിനെക്കുറിച്ചൊക്കെ 2 കൊരിന്ത്യർ 3:16 വായിക്കുന്നുണ്ട്. ഒരുവൻ കർത്താവിലേക്ക് നോക്കുമ്പോൾ ആ തിരശ്ശീല നീങ്ങിപ്പോകുന്നു, മൂടുപടം നീങ്ങിപ്പോകുന്നു എന്നൊക്കെ നമ്മളവിടെ 2 കൊരിന്ത്യർ 3:16 വാക്യത്തിലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ദൈവോന്മുഖമായിട്ട് തിരിഞ്ഞ് നമ്മെ തന്നെ താഴ്ത്തുമ്പോഴാണ് പരിശുദ്ധാത്മ നമ്മളിൽ നിറയുമ്പം ഈ ജഡമാകുന്ന തിരശ്ശീല കൂടുതലായിട്ട് ചിന്തപ്പെടുമ്പോഴാണ് ആത്മാവില്, പരിശുദ്ധാത്മാവിന്റെ നിറവില് നാം സ്വർഗത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നമ്മളെ പരിശുദ്ധാത്മ നമ്മളിൽ നിറയുമ്പോൾ നാം സ്വർഗത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ എത്തിയതുപോലെ ഒരു അനുഭവമാണ് അവിടെ കർത്താവിനെ കുറിച്ചുള്ള കൂടുതലായിട്ടൊരു ആത്മാവിൻ്റെ ഒരു വെളിപ്പാട്. ആത്മമണവാളനായ യേശു, അതാ യേശുവിന്റെ വെളിപ്പാട്, അതാ ഞാൻ ഈ ജസ്റ്റ് ഒരു സ്മോൾ ഇൻട്രൊഡക്ഷനായിട്ട് വെളിപ്പാട് പുസ്തകം നമ്മളിപ്പോൾ 22 അധ്യായം എത്തിയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ക്വിക്ക് റീക്യാപ്പ്. നമ്മുടെ ജീവിതത്തിൽ ഈ വെളിപ്പാടായിട്ട് കാര്യങ്ങളെല്ലാം കിട്ടാനായിട്ട് യോഹന്നാൻ വെളിപ്പാടായിട്ട് കിട്ടി, നമുക്ക് ഈ കാര്യങ്ങൾ വെളിപ്പാടായിട്ട് കിട്ടാൻ അധികമായിട്ട് വെളിപ്പാടായിട്ട് കിട്ടാൻ വേണ്ടി എന്താ വേണ്ടത്? നമ്മളെ ദൈവമുമ്പാകെ ആ ഒരു താഴ്മയിലേക്ക്, ആ ഒരു നുറുക്കത്തിലേക്ക് വരുമ്പം പരിശുദ്ധാത്മ നമ്മളിൽ ഒന്ന് നിറഞ്ഞ യേശുവിനെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടും. എൻ്റെ യേശു എനിക്ക് എത്ര നല്ലവൻ, നമ്മൾ പാടിയതുപോലെ എൻ്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അത് നമുക്കൊരു പാട്ടായിരിക്കത്തില്ല, മറിച്ച് നമുക്കൊരു അനുഭവം കൂടെ ആയിരിക്കും. പാട്ട് മാത്രമല്ല, അതൊരു ഏതൊരു അവസ്ഥയിലും കർത്താവെ അവിടുന്ന് മതിയായവൻ. അപ്പം അതാ വെളിപ്പാട്, അതാ യേശുവിൻ്റെ വെളിപ്പാട്. അപ്പം വെളിപ്പാട് 22 വരുമ്പോൾ എന്താ നമ്മളിപ്പം നമ്മൾ സാധാരണ എപ്പോഴും പറയാറുള്ള ഇൻട്രൊഡക്ഷൻ പെട്ടെന്ന് അങ്ങ് പറയുവാണെങ്കിൽ എന്താ, അവസാനകാലമായി, കർത്താവിനെ വരവ് ഏറ്റവും അടുത്തു. അവസാനകാലമായപ്പോഴത്തേക്കും എതിർ ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ഇപ്പം ഇതാ ആരംഭിക്കാൻ ആയി എന്നുള്ള രീതിയിൽ എതിർ ക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ് എപ്പോൾ വേണമെങ്കിലും വെളിപ്പെടാം. ഒരു ഏകലോക ഭരണാധികാരി, അവൻ ഒരു പൊളിറ്റിക്കൽ പീസ്, ഒരു രാഷ്ട്രീയ സമാധാനമൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഏകലോക ഭരണാധികാരിയായി അങ്ങ് വാഴാൻ തുടങ്ങും. ലോകക്കാരെല്ലാം അവൻ്റെ പിന്നാലെ കൂടും, ആരാധിക്കാൻ തുടങ്ങും, ദൈവമക്കൾ ഒഴിച്ച്. എന്ന് അവൻ്റെ ആ ഒരു 7 വർഷക്കാലം ഭരണത്തിന് ഒത്ത നടക്കും. 3.5 വർഷക്കാലം കഴിയുമ്പം യഹൂദന്മാരുമായിട്ടുള്ള അവൻ്റെ ഉടമ്പടിയൊക്കെ അവൻ ലംഘിച്ച്, നമ്മൾ ദാനിയേൽ 9 അവസാനത്തെ വാക്യങ്ങളിലൊക്കെ വായിക്കുന്നത് പോലെ ആ കരാറൊക്കെ ലംഘിച്ച് അവൻ തന്നെ ദൈവമായിട്ട് ചെന്ന് അന്ന് അതിനകം നിർമ്മിക്കപ്പെടുന്ന യെരുശലേം ദേവാലയത്തിന് അതിവിശുദ്ധ സ്ഥലത്ത് ചെന്നിരുന്ന് അതിന് അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ എന്നുള്ള കാര്യമൊക്കെ മത്തായി 24 അധ്യായത്തിൽ കർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അവന് പിന്നീട് യഹൂദന്മാർക്കെതിരെയും ദൈവമക്കൾക്കെതിരെയൊക്കെ വലിയൊരു മഹോപദ്രവം, ഗ്രേറ്റ് ട്രിബുലേഷൻ അഴിച്ചുവിടുന്നതും, സഭ ഒരു 3.5 വർഷക്കാലം മഹോപദ്രവത്തിലൂടെ കടന്നു പോകുന്നതും, പിന്നീട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, കർത്താവ് വന്നു, മേഘങ്ങളിൽ വന്ന് നമ്മെ ചേർക്കുവാനായിട്ട് വരുന്നു. കർത്താവ് വന്ന് ഇവിടെ വന്ന് അർമ്മഗദോൻ യുദ്ധം ചെയ്ത് എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും, പിശാചിനെ പിന്നീട് എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും നാമാവശേഷമാക്കി തീപ്പൊയ്കയിലോട്ടിട്ട് കർത്താവ് ഒരു 1000 വർഷക്കാലം ഭരണം സ്ഥാപിക്കുന്നു. 1000 വർഷക്കാലം ഭരണത്തിൽ എതിർ ക്രിസ്തു കള്ളപ്രവാചകനെ എവിടെ പോയി? തീപ്പൊയ്കയിൽ. ഈ സാത്താനെ പിടിച്ച് എന്ത് ചെയ്തു? സാത്താന്റെ തൃത്വം എന്ന് പറയുന്നതാണ് സാത്താനെ, എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ. ലോകം ജഡം പിശാച് എന്ന് പറയുന്നത് പോലെ അതൊരു കൊള്ളസംഘമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ഒരു ശത്രുവായിട്ട് നമ്മളുടെ ജീവിതത്തിന്റെ കോണ്ടെക്സ്റ്റിലുണ്ടെങ്കിൽ, അവസാന കാലഘട്ടത്തിൽ വെളിപ്പെടുന്ന ഈ ഒരു സാത്താന്യ തൃത്വമാണ് സാത്താൻ, എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ. അപ്പം എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും അർമ്മഗദോൻ യുദ്ധത്തിൽ വെളിപാട് 16 അവസാനമൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വായിച്ചു. അവിടെ അവർ നാമാവശേഷമാക്കുന്നു പറഞ്ഞാൽ എന്താ? നാമം മാത്രം അവശേഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പേര് മാത്രമേ ഉള്ളൂ, ബാക്കി അവർ കാണത്തില്ല എന്ന് പറഞ്ഞാൽ അവരെ ഉന്മൂലനം ചെയ്യുന്നു, അവരെ അങ്ങ് അനീലേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ അനീലേറ്റ് ചെയ്യുന്നതല്ല, മറിച്ച് അവരെ അങ്ങ് നശിപ്പിക്കുന്നു. അത് ഡിസ്ട്രോയ് എന്നുള്ള വാക്കാണ് നാമാവശേഷമാക്കുന്നു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നാമം മാത്രം അവശേഷിപ്പിക്കുന്നു എന്ന്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി കട്ടിയുള്ള മലയാളം വാക്ക് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു. ഓക്കെ, അപ്പം അർമ്മഗദോൻ യുദ്ധം, അത് കഴിഞ്ഞിട്ട് കർത്താവ് എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയൊക്കെ തീപ്പൊയ്കയിലോട്ട് ഇടുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം കർത്താവ് ദൈവമക്കൾക്ക് പ്രതിഫലം നൽകുന്നു. 1000 വർഷക്കാലം ഭരണം തുടങ്ങുന്നു, ദൈവമക്കൾക്ക് പ്രതിഫലം നൽകുന്നു. ആ പ്രതിഫലത്തിനനുസരിച്ചായിരിക്കും നാം, നമ്മുടെ വിശ്വസ്ത അനുസരിച്ചുള്ള പ്രതിഫലത്തിനനുസരിച്ചായിരിക്കും നാം കർത്താവിനോട് കൂടി ചേർന്ന് 1000 വർഷക്കാലവും പിന്നീട് യുഗങ്ങളോളം കർത്താവിനോട് കൂടി വാഴുന്നതും കർത്താവിനോടുകൂടി ആയിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ആ സഹസ്രാബ്ദ വാഴ്ച, അതിനുശേഷം സാത്താനെ തുറന്നു വിടുമ്പോൾ വീണ്ടും അവൻ വഞ്ചിക്കാനായിട്ട് ഇറങ്ങുന്നതും, പിന്നെ അവനെ സ്വർഗത്തിൽ നിന്ന് തീ വന്ന് ദഹിപ്പിക്കുന്ന കാര്യമൊക്കെ വെളിപാട് 20-9 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അതിനുശേഷം ഒരു വലിയ വെള്ളസിംഹാസനത്തിലുള്ള ഒരു അവിശ്വാസികളുടെ ന്യായവിധിയെക്കുറിച്ചൊക്കെ നമ്മൾ വെളിപാട് 20-11 മുതൽ വായിച്ചു. അതിനുശേഷം
ജീവപുസ്തകത്തിലെ പേര് കാണാത്തവരെല്ലാം തീപ്പൊഴിയിലേക്ക് തള്ളിയിടപ്പെട്ടതിന് ശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും കുഞ്ഞാടിന്റെ കല്യാണം, ആ കാന്തയെക്കുറിച്ചുള്ള വർണ്ണനയൊക്കെ, പുത്തൻ യെരൂശലേമിന്റെ വർണ്ണനയൊക്കെ 21 അധ്യായത്തിന്റെ അവസാനം വരെയൊക്കെ നമ്മൾ വായിച്ച് 22 അധ്യായത്തിൽ സ്വർഗത്തിലെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധാത്മാവ്, പിതാവിന്റെയും പുത്രന്റെയും സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധാത്മ നമ്മുടെ ജീവിതത്തിലും പിതാവും പുത്രനും സിംഹാസനത്തിലായിരിക്കും. നമ്മൾ തന്നെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ എന്താ ജഡത്തിന്റെ ദുർഗന്ധമായിരിക്കും. എന്നാൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി ഏൽപ്പിച്ച് പരിശുദ്ധാത്മ നമ്മളൊന്ന് നിറയാനായിട്ട് നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ പിതാവും പുത്രനും നമ്മുടെ ജീവിത സിംഹാസനത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നദി നമ്മളിൽ നിന്ന് ഒഴുകുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അവിടെ കർത്താവിന് മുഖം കണ്ട് ആരാധിക്കുന്ന കാര്യമൊക്കെ നമ്മൾ അതിന്റെ 4-ാമത്തെ വാക്യം വെളിപാട് 22:4 നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം അവിടെ അത് ആക്ഷരികമായിട്ട് അന്ന് സംഭവിക്കുന്ന കാര്യം എന്ന് ആത്മീയമായിട്ട് ഇന്നും പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് നിറയുമ്പം യേശുവിനെ ആത്മാവിൽ കണ്ട് കണ്ണാടിയിൽ കടമൊഴി എന്ന വണ്ണമാണെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ ഓൾദോ ഡിംലി അസിൻ എ മിറർ ആണെങ്കിൽ പോലും നമുക്ക് കർത്താവിനെ ആത്മാവിൽ കർത്താവിൻ്റെ തേജസ്സിനെ കണ്ട് അധികമായിട്ട് വ്യക്തമായിട്ട് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ട് ആരാധിക്കാനായിട്ട് സാധിക്കുന്ന അവനായിരിക്കുന്നത് പോലെ നാം അവനെ കാണുന്നത് എപ്പോഴാണ് കർത്താവിൻ്റെ വരവിങ്കലാണെന്നുള്ള കാര്യം നമ്മൾ 1 യോഹന്നാൻ 3:1, 2 വാക്യത്തിലും കാണുന്നുണ്ട്. വിൽ സീ ഹിം അസ് ഹീസ്, അവനായിരിക്കുന്നത് പോലെ നാം അവനെ കാണും. അപ്പോഴാണ് നാം പൂർണ്ണമായിട്ടും കർത്താവിനെ പോലെ ആയിത്തീരുന്നത്. നാം അധികമായിട്ട് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സ്വരൂപത്തിലേക്ക് അനുരൂപപ്പെടാനായിട്ട് കർത്താവ് വചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും നമ്മളിലൊരു ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനുശേഷം പിന്നീട് ഇപ്പം നമ്മൾ അങ്ങനെ കാര്യങ്ങളൊക്കെ വായിച്ചു, എല്ലാവർക്കുള്ള പ്രതിഫലം നൽകുന്നതിനെ കുറിച്ചൊക്കെ 12-ാമത്തെ വാക്യം വായിച്ചു. 13-ാമത്തെ വാക്യത്തിൽ കർത്താവ് ആൽഫി ഒമേഗയാണ്, തുടക്കവും ഒടുക്കവും, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഓരോ ദിവസത്തിൻ്റെയൊക്കെ തുടക്കവും ഒടുക്കും എന്നുള്ള കാര്യമൊക്കെ വായിച്ചിട്ട് 14-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കാൻ തുടങ്ങിയത്. 14-ാമത്തെ വാക്യത്തിൽ ഉള്ള ഒരു വാക്ക് നമ്മൾ എടുത്തു പറഞ്ഞു. ഏതാ? ബ്ലസ്സഡ്. മകാരിയോസ് എന്നുള്ളൊരു ഗ്രീക്ക് വാദം, അനുഗ്രഹിക്കപ്പെട്ടവർക്ക് ഭാഗ്യവാന്മാർ എന്ന് സത്യവേദ പുസ്തകത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ എന്തോ ലക്കി എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അനുഗ്രഹീതർ, അനുഗ്രഹിക്കപ്പെട്ടവർ, ബ്ലസ്സഡ്, അത് ആ ഒരു അർത്ഥത്തിലാണ്. എന്തോ ഭാഗ്യക്കുറി കിട്ടിയ എന്തോ ലക്ക് ഉണ്ടെന്നുള്ള രീതിയിലുള്ള ആ ഭാഗ്യമല്ല, മറിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗ്യാവസ്ഥ. അപ്പൊ അത് ബ്ലസ്സഡ് ദോസ് ഹു വാഷ് ദെയർ റോബ്സ്. അപ്പൊ ആ ഒരു ബ്ലസ്സഡ് എന്നുള്ള വാക്ക് നമ്മളിവിടെ കണ്ടപ്പോൾ വെളിപാട് പുസ്തകത്തിൽ എത്ര തവണ ബ്ലസ്സഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചെന്ന് നമ്മൾ പറഞ്ഞു? 7 തവണ. അപ്പൊ നമ്മള് ബൈബിളിലുടനീളവും പ്രകൃതിയിലുടനീളവും ഒക്കെ ആ 7 എന്നുള്ളൊരു സംഖ്യ ഉള്ള കാര്യമൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ 7 ഞാൻ കഴിഞ്ഞ ആഴ്ച അതെടുത്ത് വായിച്ചായിരുന്നു. എന്താ? വെളിപാട് 1-ന്റെ 4-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ എന്താ വായിച്ചേ? 7-fold ഹോളി സ്പിരിറ്റിനെ കുറിച്ച് വായിച്ചു. 7 സ്പിരിറ്റ്സ് എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. 7 ആത്മാക്കളത്, പരിശുദ്ധാത്മാവിന്റെ 7 ഗുണാതിശയങ്ങൾ. ഗുണാതിശയം എന്ന് പറഞ്ഞാൽ തമിഴ് വാക്കാണ്. 7 ഗുണങ്ങൾ. ഇടയ്ക്ക് കുറച്ച് തമിഴ്നാട്ടിലുണ്ടായിരുന്നോണ്ട് ചില തമിഴ് വാക്ക് ചിലപ്പോൾ കയറി വരും. 7 ഗുണങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഒരു സ്പിരിറ്റ്, യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, ദൈവഭയത്തിന്റെ ആത്മാവ്, ശക്തിയുടെ പിന്നെ ഏതാ വിട്ടുപോയെന്ന് നോക്കട്ടെ. യെശയ്യാവ് 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, 2-3 വാക്യങ്ങൾ. അവിടെ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, വിവേകത്തിന്റെ, ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ, അത് അണ്ടർസ്റ്റാൻഡിങ്, അതാ വിവേകത്തിന്റെ ആത്മാവ്, അതായത് യഹോവയുടെ ആത്മാവ്. ഞാൻ പറയുന്നത് യെശയ്യാവ് 11-ന് 2-ാമത്തെ വാക്യമാണ്. അവിടെ 7 ആത്മാക്കൾ എന്ന് പറയുമ്പോൾ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു 7 വർണ്ണനകൾ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. 7 ഗുണങ്ങൾ. ഹീസ് എ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, വിസ്ഡം, സ്പിരിറ്റ് ഓഫ് വിസ്ഡം, അത് ജ്ഞാനത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, വിവേകത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് കൗൺസിൽ, ആലോചനയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് സ്ട്രെങ്ത്, അതാ ബലത്തിന്റെ ആത്മാവ്, പിന്നെ സ്പിരിറ്റ് ഓഫ് നോളജ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, പിന്നെ യഹോവ ഭക്തിയുടെ അല്ലെങ്കിൽ യഹോവ ഭയഭക്തിയുടെ ആത്മാവ്, അതാ സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. അങ്ങനെ 7 കാര്യങ്ങൾ നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മ നമ്മളിലെന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ ആത്മാവ് തന്നെ, ദൈവത്തിന്റെ ശ്വാസം. ആത്മാവ് എന്നുള്ള ആ റുവാഹ് എന്നുള്ള എബ്രായ പദമാണെങ്കിലും ന്യൂമ എന്നുള്ള ഗ്രീക്ക് പദമാണെങ്കിലും, എബ്രായ ഭാഷയിലാണ് പഴയ നിയമം എഴുതപ്പെട്ടത്, ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടത്. അപ്പം എബ്രായ പദമാണെങ്കിലും ഗ്രീക്ക് പദമാണെങ്കിലും ആത്മാവ് എന്നുള്ള അർത്ഥമുണ്ട്, ശ്വാസം എന്നുള്ള അർത്ഥമുണ്ട്, കാറ്റെന്നുള്ള അർത്ഥമുണ്ട്. അപ്പം ദൈവത്തിന്റെ അതേ ശ്വാസം, ദൈവത്തിന്റെ അതേ ആത്മാവ് തന്നെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുമ്പോൾ, ഞാനീ പറയുന്ന 7 ബ്ലസ്സഡ് എന്നുള്ള വാക്ക് 7 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ബ്ലസ്സഡ് എന്നുള്ള 7 തവണ 7 എന്നുള്ള കാര്യം വെളിപാട് പുസ്തകത്തിലും തന്നെ പല തവണ 7 എന്നുള്ളൊരു കാര്യമുണ്ട്. ആ 7 എന്നുള്ളതിൽ ഇപ്പം അതില്
പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഈ 7 ഫോൾഡ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ ആ 7 ഫോൾഡ് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞത്. എന്താ, ദൈവത്തിന്റെ തന്നെ ആത്മാവാണ്. പിന്നെന്താ, ജ്ഞാനത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം. ഓരോ സമയത്തും എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പറയണം, എന്ത് തീരുമാനം എടുക്കണം, അതാണ് ദൈവത്തിന്റെ ജ്ഞാനം. വാട്ട് ഐ ഷുഡ് തിങ്ക് ആൻഡ് വാട്ട് ഐ ഷുഡ് സേ ആൻഡ് വാട്ട് ഐ ഷുഡ് ഡു, വാട്ട് ഐ ഷുഡ് ഡിസൈഡ്. അത് നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ യേശുവിനെ പോലെ ചിന്തിക്കണം, പറയണം, സംസാരിക്കണം, ചെയ്യണം, തീരുമാനമെടുക്കണം എന്നുള്ള ആ ഒരു കാര്യം ദൈവാത്മാവ്, അതാണ് ജ്ഞാനം, വിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ വിവേകത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോഡ്സ് വേസ്, ദൈവത്തിന്റെ വഴികളെ, ആ ക്രൂസിന്റെ വഴിയെ, ആ താഴ്മയുടെ വഴിയെ എന്ന ആ ഒരു കാർക്കശ്യത്തിന്റെയും ആ ഒരു തീക്ഷ്ണതയുടെ ആ ഒരു വഴി, കർത്താവിന്റെ വഴി, കർത്താവിന്റെ സ്വഭാവം, അതിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്, അത് സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, വിവേകത്തിന്റെ വഴി. ഇപ്പം മലയാളത്തിൽ ഇപ്പം വിവേകം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇംഗ്ലീഷിലെ ആ വാക്യം കുറച്ചുകൂടി എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ചുകൂടി ഒരു ആഴത്തുള്ള അർത്ഥം മനസ്സിലാവുമല്ലോ. സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ സ്പിരിറ്റ് ഓഫ് കൗൺസിൽ. ഓരോ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ആലോചന നമുക്ക് വേണം. കർത്താവേ, ഈ ഒരു അവസരത്തിൽ എങ്ങനെ എന്താ ചെയ്യേണ്ടത്. അത് മാത്രമല്ല, സ്പിരിറ്റ് ഓഫ് കൗൺസിൽ ടു ഹെൽപ്പ് അതേഴ്സ് ഓൾസോ. നമ്മുടെ അടുത്തേക്ക് ഒത്തിരി ക്ഷീണിച്ചിരിക്കുന്നവർ വരും. ക്ഷീണതിനെ ഒരു വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് കർത്താവ് എനിക്ക് യഹോവയുടെ നാവ്, ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എന്ന എവിടെ വായിക്കുന്ന യെശയ്യാവ് 50-4 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇപ്പൊ ആ ഒരു ആലോചനയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് കൗൺസിൽ, എങ്ങനെ എന്താ ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ടത്, ആലോചനയുടെ ആത്മാവ്. പിന്നെന്താ, ബലത്തിന്റെ ആത്മാവ്. നമ്മൾ ചിലപ്പം ശാരീരികമായിട്ട് വളരെ ക്ഷീണിച്ചിരിക്കുമായിരിക്കും, പക്ഷെ അവിടെ ആത്മാവിലൊരു ബലം പ്രാപിക്കാം. യഹോവയെ കാത്തിരിക്കുന്നവർ പുതുബലം പ്രാപിക്കും. They will renew their strength. Isaiah 40:31. യെശയ്യാവ് 40:30 31. ഇനിയിപ്പം നമുക്കിപ്പം പെട്ടെന്ന് നോക്കാം. യെശയ്യാവ് 40:31. Those who wait for the Lord will gain new strength, will renew their strength. പുതുബലം പ്രാപിക്കും. അപ്പം ആ ഒരു കർത്താവിനെ നമ്മൾ കർത്താവിന് മുമ്പാകെ കാത്തിരുന്ന് കർത്താവിനോട് കൂട്ടി ഇണയപ്പെടുമ്പോൾ, ഖവ എന്നുള്ളൊരു ഗ്രീക്ക് വാക്കൊക്കെ നമ്മൾ കണ്ടായിരുന്നു. വെയിറ്റ്, ഖവ എന്നുള്ള ഗ്രീക്ക് വാക്കല്ലേ എബ്രായ വാക്കൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം അത് ബലം പ്രാപിക്കുന്ന ഒരു ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. നമുക്ക് ചിലപ്പോൾ അങ്ങ് ശാരീരികമായിട്ട് നമ്മൾ ക്ഷീണിച്ചിരിക്കുമായിരിക്കും, പക്ഷെ അവിടെ ഒരു ദൈവം തന്നെ നമുക്കൊരു ശക്തിയും ബലവും ഒക്കെ തരും. ചില കാര്യങ്ങളിലൊക്കെ ശക്തിയോടെ നിൽക്കാനായിട്ട് ദൈവം നമുക്കൊരു ശാരീരികമായിട്ടും ബലം നമുക്ക് ആവശ്യമുണ്ട്. അപ്പം അവിടെ ആത്മാവിലും നമ്മുടെ ദേഹിയിലും മനസ്സിലും ഒക്കെ നമുക്കൊരു ഒരു ശക്തിയോടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ നമ്മൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചിന്തിക്കാനും ഷാർപ്പായിട്ടുള്ള ചില ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നമ്മുടെ ദേഹി, നമ്മുടെ സോൾ, നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, ബ്രെയിനിന്റെ ഫങ്ഷൻസ്, തലച്ചോറിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഷാർപ്പായിട്ട് ഇതിനൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി വേണം. അപ്പം നമ്മുടെ ആത്മാവിലുള്ള ശക്തി അത് ദേഹിയിലൂടെ കവിഞ്ഞൊഴുകി പിന്നെന്താ നമ്മളുടെ ദേഹത്തിലും നമുക്ക് ചിലപ്പം ചില കാര്യങ്ങളൊക്കെ ദൈവത്തിനായിട്ടും അല്ലെങ്കിൽ ഈവൻ നമ്മളുടെ ജോലിയിലും ഒക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ TDS ആയിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടും, വീട്ടിലെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഒത്തിരി ചില കൂടി നടന്നൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഒരു ബലത്തിൻ്റെ ആത്മാവ്. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ചില ഡിമാൻഡ്സ് വരുന്ന ഒരു സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ചിലപ്പോൾ ഓടി നടന്ന് പല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടൊക്കെ ശാരീരികമായിട്ട് അധ്വാനിക്കേണ്ട അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഹോളി സ്പിരിറ്റ്, സ്പിരിറ്റ് ഓഫ് സ്ട്രെങ്ത്, ബലത്തിന്റെ ആത്മാവാണ്. പിന്നെന്താ നമ്മളോട് വായിക്കുന്നത്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് നോളജ്. നോളജ് ഇസ് നോട്ട് ജസ്റ്റ് ഹെഡ് നോളജ്, ബട്ട് നോയിങ് ഓഫ് ഗോഡ്, ഗ്നോസിസ്, ഗ്നോസ്കോ എന്നുള്ള ആ പദമൊക്കെ, ഗ്നോസ്കോ എന്നുള്ള പദമൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. നമ്മൾ 2 ആഴ്ച മുമ്പ് അത് പറഞ്ഞായിരുന്നു, ഞായറാഴ്ച അല്ലേ. ആത്മമണവാളിന്റെ കർത്താവിനെ ആത്മാവിൽ അറിയുന്ന ഒരു ഗ്നോസ്കോ, നോയിങ് ദ ലോഡ്, ആ ഒരു കർത്താവായിട്ടുള്ള ആത്മാവിലുള്ള ഒരു യൂണിയൻ, അത് നോയിങ് ഓഫ് ദ ലോഡ്, കർത്താവിനെ ആത്മാവിൽ അറിയുന്ന, പിതാവിനെ അറിയുന്നത് പോലെ ഞാൻ എൻ്റെ ആടുകളെയും ആടുകൾ എന്നെ അറിയുന്നു എന്ന് യോഹന്നാൻ 10:14-15 വാക്യങ്ങളിലൊക്കെ കർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. അപ്പം അതുപോലെ കർത്താവിനെ ആത്മാവിൽ അറിയുന്ന എൻ്റെ കർത്താവ്, എനിക്ക് എൻ്റെ കർത്താവിനെ അറിയാം, കർത്താവിനെ കൈവിടത്തില്ല, കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവിനെ അടിച്ചാലും അവനെ സ്നേഹിക്കുന്നു, അവൻ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഞാൻ സ്തോത്രം ചെയ്യുന്നു, അവനെ അടിച്ചാലും അവനെ സ്നേഹിക്കുന്നു. എന്നുവെച്ചാൽ എൻ്റെ കർത്താവിനെ എനിക്ക് അറിയാം, ഐ നോ ഹിം, ഐ നോ ഹൂം ഐ ഹാവ് എൻട്രസ്റ്റഡ്. നമ്മളത് 1 തിമോഥെയോസ് 1:12 അല്ലേ, 1 തിമോഥെയോസ് ആണോ 2 തിമോഥെയോസ് ആണോ എന്ന് ഞാൻ നോക്കിക്കോട്ടെ. 1:12 ഓർമ്മയുണ്ട്. അവിടെ അത് 2 തിമോഥെയോസ് പൗലോസിന് അവസാനത്തെ ലേഖനത്തിൽ 2 തിമോഥെയോസിൽ തന്നെ പൗലോസ് 1:12 എന്താ വായിക്കുന്നത്? ഐ നോ ഹൂം ഐ ഹാവ് എൻട്രസ്റ്റഡ്.
ഉം. ഉപനിധി എന്നുള്ള മലയാളം വാക്ക് അവിടെ വായിക്കുന്നത്. ഉപനിധി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് കരുണാനിധി, ഉദയനിധി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഉപനിധി എന്താണെന്ന് ചിലപ്പം ആൾക്കാർക്ക് ചിലപ്പം നമുക്ക് മലയാളികൾക്ക് തന്നെ ചിലപ്പം കത്തത്തില്ല. പക്ഷെ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ സിമ്പിൾ. ഐ നോ ഹൂം ഐ ഹാവ് എൻട്രസ്റ്റഡ്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, അതാ ഉപനിധി എന്നുള്ള വാക്ക്. ഉപ എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത്. ഉപവാസം, അടുത്ത് വസിക്കുന്നത് ഉപവാസം. ദൈവത്തോട് അടുത്ത് വസിച്ച് നമ്മൾ ഭക്ഷണം വേണ്ട ഭക്ഷണമോ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കുന്നതാണ് ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപനിധി. ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മളൊരു നിധി പോലെ പരമേൽപ്പിക്കുക. അതാ ഞാൻ 2 തിമോത്തിയോസ്, നമ്മളിവിടെ യെശയ്യാവ് 11 നിന്ന് പെട്ടെന്നൊരു വിരൽ എങ്ങോട്ട് വന്നു. 2 തിമോത്തിയോസ് 1:12. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ. ഉപനിധി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഐ ഹാവ് എൻട്രസ്റ്റഡ് ടു ഹിം. അത് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുവാണെങ്കിൽ, ഐ എം നോട്ട് ashamed, for I know whom I have believed, and I am convinced that he is able to guard what I have entrusted to him until that day. അപ്പോൾ ഞാൻ എന്താണോ അവനെ ഏൽപ്പിച്ചിരിക്കുന്നത്, അതാണ് ഉപനിധി എന്നുള്ള വാക്ക് ഇവിടെ മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ ശക്തൻ എന്ന് ഉറച്ചു ഇരിക്കുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. ഐ നോ ഹൂം ഐ ഹാവ് ബിലീവ്. അതാ കർത്താവിനെ അറിയുന്നവർ വീര്യം പ്രവർത്തിക്കും. എവിടെ പറയുന്നേ? Those who know the Lord will display great strength. ദാനിയേൽ 11:34 36 നോക്കട്ടെ. ദാനിയേലിന്റെ പുസ്തകം, എഹെസ്കേലൊക്കെ കഴിഞ്ഞ് നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ 11-ാം അധ്യായത്തിൽ കർത്താവ് പരിജ്ഞാനത്തിന്റെ ആത്മാവെന്ന് പറയുമ്പോൾ എന്താ? നോയിങ് ഓഫ് ദ ലോഡ്. 32 34 അല്ല 36 അല്ല 32. ദാനിയേൽ 11:32 അതിന്റെ അവസാനം, ദ പീപ്പിൾ ഹു നോ ദെയർ ഗോഡ്. ഇവിടെ ഇത് ക്രിസ്തുവിന്റെ സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. മഹോപദ്രവത്തിന്റെ സമയത്തൊക്കെ ദൈവത്തെ അറിയാത്തവരൊക്കെ അങ്ങ് വീണുപോകാം. പക്ഷെ ബട്ട് ദ പീപ്പിൾ ഹു നോ ദെയർ ഗോഡ് വിൽ ഡിസ്പ്ലേ സ്ട്രെങ്ത് ആൻഡ് ടേക്ക് ആക്ഷൻ. അത് നമ്മൾ വായിക്കുന്നത്. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ടേക്ക് ആക്ഷൻ. അസ എന്നുള്ളൊരു എബ്രായ പദം, ഡു, വർക്ക്, മേക്ക്, അക്കംപ്ലിഷ് എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വീര്യം പ്രവർത്തിക്കുന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് വെച്ചാൽ ടേക്ക് ആക്ഷൻ. അവർ ചില കാര്യങ്ങൾ ചെയ്യും കർത്താവിന് വേണ്ടി. എനിക്ക് കർത്താവിനെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് പമ്മി ഇരിക്കുമല്ല. അവർ ചില കാര്യങ്ങൾ കർത്താവിന് വേണ്ടി കുറച്ച് ചില നിലപാടുകൾ എടുക്കുകയും ചില തീരുമാനങ്ങൾ എടുക്കുകയും കർത്താവിന് വേണ്ടി ചില ഉറച്ച തീരുമാനങ്ങളും കർത്താവിന് സാക്ഷിയായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യും. അതാ ദാനിയേൽ 11:32 നമ്മൾ വായിച്ചത്. അപ്പൊ തിരിച്ച് നമ്മൾ യെശയ്യാവ് 11:2 എന്താ നമ്മൾ വായിച്ചേ? ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, പിന്നെ യഹോഭക്തി, ഫിയർ ഓഫ് ദ ലോഡ്, ദൈവഭയം. ഇന്ന് നമ്മുടെ തലമുറയിലൊക്കെ ദൈവജനങ്ങൾക്കിടയിലും, ദൈവജനങ്ങൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ പോലും വളരെ വിരളമായി പോകുന്ന ഒരു സംഭവമാണ്. വളരെ ശുഷ്കിച്ചു പോകുന്ന ഒരു സംഭവമാണ്. ശുഷ്കിച്ചു പോകുന്ന പറഞ്ഞാൽ നമ്മൾ കുറഞ്ഞു പോകുന്ന ഒരു സംഭവമാണ് എന്ത്? ദൈവഭയം, ഫിയർ ഓഫ് ദ ലോഡ് എന്ന് വെച്ചാൽ ദൈവത്തോടുള്ള ആ ഒരു റെവറൻഷ്യൽ ഫിയർ. എന്തോ ദൈവം നമ്മളെ അടിക്കുമോ, ദൈവം നമ്മളെ ശിക്ഷിക്കുമോ, നരകത്തിലോട്ട് അയക്കുമോ എന്നുള്ള ഭയമല്ല, മറിച്ച് ദൈവത്തെ, കർത്താവിനെ ഞാൻ വേദനിപ്പിക്കുമോ എന്നുള്ളൊരു ബഹുമാനത്തോടുകൂടിയുള്ളൊരു ഭയം. അതാ റെവറൻഷ്യൽ ഫിയർ. നമ്മളെ സാഗ്ബർന്ന് കേട്ടിട്ടുള്ളതുപോലെ, ദ ന്യൂ കവനന്റ് ഫിയർ ഓഫ് ദ ലോഡ് ഇസ് നോട്ട് വെദർ ഗോഡ് വിൽ ഹേർട്ട് മീ, ബട്ട് റാദർ വെദർ ഐ വിൽ ഹേർട്ട് ഗോഡ്. പഴയ നിയമത്തിൽ അവർ ശിക്ഷയെ പേടിച്ചൊക്കെ ഓരോന്ന് ചെയ്തു. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവഭയം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം എന്നെ ഹർട്ട് ചെയ്യുമോ, ദൈവം എന്നെ ശിക്ഷിക്കുമോ, ദൈവം എന്നെ നരകത്തിലോട്ട് അയക്കുമോ, ദൈവം എന്നെ ഡിസിപ്ലിൻ ചെയ്യുമോ, ശിക്ഷണം തരുമോ എന്നുള്ളതല്ല, മറിച്ച് വെദർ ഐ വിൽ ഹർട്ട് ഗോഡ്. ദൈവത്തെ ഞാൻ വേദനിപ്പിക്കുമോ കർത്താവേ, എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളൊക്കെ കൊണ്ട് അവിടുത്തെ ആ ഹൃദയത്തെ ഞാൻ വേദനിപ്പിക്കുമോ എന്ന് ഒരു സ്നേഹനിധിയായ ഒരു ഭാര്യ ഭർത്താവിനോടുള്ളൊരു ബഹുമാനം കലർന്നൊരു സ്നേഹമാണ്. അല്ലെങ്കിൽ ഒരു സ്നേഹനിധിയായാലും മകനും അപ്പനും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ആ ഒരു ഞാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് എൻ്റെ അപ്പൻ്റെ, എൻ്റെ അപ്പച്ചൻ്റെ, എൻ്റെ അച്ഛൻ്റെ ഹൃദയം വേദനിക്കൂ, എൻ്റെ ഡാഡി, എൻ്റെ പപ്പയുടെ ഹൃദയം വേദനിക്കൂ എന്നുള്ള ഒരു അതാ റെവറൻഷ്യൽ ഫിയർ. അതാ അതിൻ്റെ ഒരു ചെറിയൊരു അംശമാണ്. അതായത് ദൈവത്തോട് അത് എവിടെ ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് എന്ത് തരുന്നത്? ഈ ഫിയർ ഓഫ് ദ ലോഡ് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ആ ഒരു ദൈവഭയം. ആ ദൈവഭയം ഉള്ളവരെ പാപത്തെ വിട്ടുകൂടുന്നതും അകലിൽ നിന്നൊക്കെ നമ്മൾ പാപത്തെ വെറുക്കുന്നതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ സദൃശവാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അതാ 7 സ്പിരിറ്റ്സ്. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത് വെച്ചാൽ 7 എന്നുള്ള വാക്ക് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കാണുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ്, 7-fold ഹോളി സ്പിരിറ്റ്, നമ്മളത് കണ്ടായിരുന്നോ? വെളിപാട് 1-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം എടുത്തോ? നമുക്കതിലേക്ക് പോവാം. നമുക്ക് യെശയ്യാവിന് തിരിച്ചിഞ്ഞ് വരാം, വെളിപാടിലോട്ട് വരാം. വെളിപാട് 1-ന്റെ അവിടെ
അതിന്റെ ഒന്നിന് നാലാമത്തെ വാക്യം, ഫ്രം ദ സെവൻ സ്പിരിറ്റ്സ് ഹു ആർ ബിഫോർ ഹിസ് ത്രോൺ എന്ന് നമ്മൾ വായിക്കുന്നത്. 7 ആത്മാക്കളുടെ പക്കൽ നിന്നും നമ്മളോട് വായിക്കുന്നുണ്ട്. അത് സെവൻ ഫോൾഡ് ഹോളി സ്പിരിറ്റ്. പിന്നെ വെളിപാട് 2-3 അധ്യായങ്ങളിൽ നമ്മൾ എത്ര സഭകളെ കുറിച്ച് വായിക്കുന്നുണ്ട്? 7 സഭകളെ കുറിച്ച്. ഏഷ്യ മൈനർ, ഇന്നത്തെ ഏഷ്യ മൈനർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തുർക്കി പ്രദേശം, തുർക്കി നമ്മൾ ആ രാജ്യത്തെ കുറിച്ചൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ ആ ഏഷ്യ മൈനർ എന്നൊന്ന് അറിയപ്പെട്ട ഇപ്പോഴത്തെ തുർക്കി പ്രദേശത്തുള്ള 7 സഭകൾ ഏതാ? എഫേസസ് സഭ, പിന്നെ ഏതാ? സ്മിർന, പെർഗമം, തയാത്തീറ, മലയാളത്തിൽ തുയഥൈര എന്ന് പറയും, ഇംഗ്ലീഷ് തയാത്തീറ, പിന്നെ സാർഡിസ്, പിന്നെ ഫിലാഡൽഫിയ, പിന്നെ ലവോദിക്യ അല്ലെങ്കിൽ ലവോദിസ്യ. അപ്പൊ ഇങ്ങനെ 7 സഭകൾ. അതിൽ ഏഴ് സഭകൾ, എത്ര സഭകളായിരുന്നു കർത്താവിന് പ്രസാദകരമായിട്ട് ഉണ്ടായിരുന്നത്? രണ്ട് സഭകൾ. ഏതൊക്കെയാ? ഫിലാഡൽഫിയ ആൻഡ് സ്മിർന ചർച്ചസ് ആയിരുന്നു. അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതൊക്കെ നമ്മൾ കണ്ടിന്യൂ വന്നതാ. അപ്പം 7 ചർച്ചസിനെ കുറിച്ച് വായിക്കുന്നു. പിന്നെ ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസമുണ്ട്. അപ്പൊ 7 എന്നുള്ള കാര്യങ്ങൾ എവിടൊക്കെയാണ് വരുന്നെന്നുള്ള കാര്യം ഞാനൊന്ന് കുറിച്ചിട്ടത് അങ്ങ് പറയുക. കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞായിരുന്നു. മീറ്റിംഗ് അവസാനിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഓടിച്ച് പറഞ്ഞു. അപ്പൊ ഞാനിപ്പം കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ആ 7 എന്നുള്ള വാക്ക് പറയുവാണ്. അപ്പോൾ ഒന്ന് നമ്മൾ സെവൻ ഫോൾഡ് ഹോളി സ്പിരിറ്റ്, ആ പരിശുദ്ധാത്മാവിന്റെ 7 ഗുണഗണങ്ങളൊക്കെ നമ്മളൊന്ന് വായിച്ചു. അതെന്താ പ്രായോഗിക അർത്ഥം എന്നൊക്കെ നമ്മൾ കണ്ടു. പിന്നെന്താ, 7 ചർച്ചസിനെ കുറിച്ച് നമ്മൾ വായിച്ചു. പിന്നെ 7 ഡേയ്സ് ഓഫ് ദ വീക്ക്. പിന്നെ കാലഘട്ടം, നമ്മളുടെ കാലങ്ങൾ, ടൈംസ്, എത്ര വർഷങ്ങളാ ഇതുവരെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ട്? എത്ര ആയിരം വർഷമായി എന്ന് നമ്മൾ കണ്ടേ? 6000 ഇയേഴ്സ് ഏകദേശമായി. അതായത് ആദാം സൃഷ്ടിക്കപ്പെട്ടിട്ട് ഏകദേശം 6000 വർഷങ്ങളായി എന്ന നമ്മൾ ബൈബിളിന്റെ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ക്രോണോസ് എന്ന് പറഞ്ഞാൽ ടൈം, ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ടൈമിന്റെ ഓർഡർ, കാലാനുക്രമമായിട്ട് നമ്മൾ പറയുമ്പോൾ എന്താ, ആദാം സൃഷ്ടിക്കപ്പെട്ടിട്ട് ബൈബിളിൽ ഇപ്പം ആദാം ഇത്ര വർഷം ജീവിച്ചിരുന്നു, അങ്ങനെ ആദാമിന്റെ ഓരോ മക്കളുടെയൊക്കെ ആയുസ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഉൽപ്പത്തി 5-ാമത്തെ അധ്യായത്തിലും പിന്നീട് തുടർന്നുമൊക്കെ ഓരോരുത്തരും ജീവിച്ചിരുന്ന കാലഘട്ടമൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്, ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത്, ക്രിസ്തുവിനും 4000-ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് ആദാം സൃഷ്ടിക്കപ്പെട്ടത്. കാർബൺ ഡേറ്റിംഗ് ഒക്കെ വെച്ച് ഇത്ര മില്യൻസ് എന്നൊക്കെ ആൾക്കാർ, സയന്റിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാർ പറയും. പക്ഷെ കാർബൺ ഡേറ്റിംഗ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അത് ഒത്തിരി ഫാലസി ഉള്ളതാണ്, ഒത്തിരി തെറ്റുകൾ വരുന്നതാണെന്നൊക്കെയുള്ള കാര്യം ശാസ്ത്രം തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പം യഥാർത്ഥത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ട് ക്രിസ്തുവിന് മുമ്പ് 4000 വർഷം, ക്രിസ്തുവിന് ശേഷം ഇപ്പൊ എത്ര വർഷമായി? നമ്മളിപ്പോൾ 2026 AD എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് ശേഷം ഇപ്പം 2026 വർഷങ്ങളായിട്ടുള്ളത്. അപ്പം മൊത്തം ഏകദേശം 6000 വർഷങ്ങളായി. പിന്നെ കർത്താവിന്റെ വരവിഞ്ഞ് അടുത്തു. ഇനിയിപ്പോൾ കർത്താവ് വന്നു കഴിയുമ്പോൾ പിന്നെ എത്ര വർഷം ഭരിക്കും ഭൂമിയിലെ? 1000 വർഷക്കാലം. അപ്പൊ 6000 + 1000 7000. അപ്പൊ 7 അവിടെയും വന്നു. 7000 ഇയേഴ്സ്. പിന്നെ മഴവില്ലില്, റെയിൻബോയിൽ എത്ര കളേഴ്സ് ഉണ്ട്? 7 കളേഴ്സ് ഉണ്ട്. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വിബ്ജിയോർ എന്ന് ഓർത്ത് നമ്മൾ ന്യൂമോണിക് ആയിട്ട് പറയാറുണ്ട് അല്ലേ? പിന്നെ എത്ര സ്വരങ്ങളുണ്ട്? 7 സ്വരങ്ങൾ എന്നുള്ള കാര്യം നമ്മളോട് വായിക്കുന്നുണ്ട്. പിന്നെ ഈവൻ ക്രൂസിൽ കർത്താവിന്റെ എത്ര വേർഡ്സ് എന്ന് വെച്ചാൽ അവിടെ 7 മൊഴികൾ ക്രൂസിൽ കർത്താവ് ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രൂസിലുള്ള കർത്താവിന്റെ മൊഴികളൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ. കർത്താവ് ക്രൂസിലെ കിടന്ന് ഒരു വശത്തെ കള്ളനോട് പറഞ്ഞ എന്താ? ഇന്ന് നീ എൻ്റെ കൂടെ പർദീസിലിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ യോഹന്നാനോട് ഇതാ എൻ്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങൾ, ഇവർ ചെയ്യുന്നത് അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന കാര്യങ്ങൾ. അങ്ങനെ ക്രൂശിലെ ആ ഒരു മൊഴി 7 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കാറുണ്ട്. അപ്പൊ ആ ഒരു 7 മൊഴികൾ, ആ ഒരു 7 സീയിങ്സ് അറ്റ് ദ ക്രോസ്. പിന്നെ അവസാനം എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു, അതിന് നിവർത്തിയായി എന്ന് പറയുന്ന ആ ഒരു കാര്യം. അങ്ങനെ 7 കർത്താവിന്റെ മൊഴികൾ നമ്മൾ ക്രൂശിൽ, അതായത് ആദ്യത്തെ 7 സേയിങ്സ്. ആദ്യത്തത് ലൂക്കോസ് 23:34. പെട്ടെന്ന് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്ത്. ലൂക്കോസ് 23:34 ഇവർ ചെയ്യുന്നതെന്ന് അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുന്ന മൊഴി. പിന്നെ രണ്ടാമത് യോഹന്നാൻ 19:26-27 വാക്യങ്ങളിൽ, സ്ത്രീ ഇതാ നിന്റെ മകൻ,
യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറയുന്ന അവർ രണ്ടാമത്തെ മൊഴി. അത് യോഹന്നാൻ 19:26-27. പിന്നെ മൂന്നാമത്തെ മൊഴി, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലിരിക്കുമെന്ന് ലൂക്കോസ് 23:43 ഒരു വശത്തെ കള്ളനോട് പറയുന്നത്. നാലാമത്തെ മൊഴി, എലി എലി ലമ്മ സബസ്താനി, മൈ ഗോഡ് വൈ ഹാവ് യു ഫോർസേക്കൻ മീ, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ള മൊഴി. പിന്നെ അഞ്ചാമത്തെ മൊഴി, ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. ഓക്കെ. എലി എലി ലാമ സബസ്താനി, മത്തായി 27:46. ഓ വെരി ഗുഡ്, നല്ല സ്റ്റുഡിയോ സ്റ്റുഡൻസ്. അവരുടെ റെഫറൻസ് പറഞ്ഞില്ലെന്ന് തന്നെ ഓർപ്പിച്ചു. ഓക്കെ, മത്തായി 27:46 വാക്യം, അതായത് എലി എലി ലമ സബസ്താനി. പിന്നെ അപ്പം 1, 2, 3, 4ആയി. പിന്നെ അഞ്ചാമത്തത് യോഹന്നാൻ 19:28, ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. കർത്താവിന് അക്ഷരികമായിട്ടും ദാഹിച്ചു. പിന്നെ കർത്താവ് നമുക്ക് വേണ്ടി ദാഹിക്കുന്നു, നമ്മളോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാഹം, യഥാർത്ഥത്തിലുള്ള സത്യാരാധകർക്കായിട്ടുള്ള ഒരു ദാഹം ഒക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്. അഞ്ചാമത്തെ മൊഴി. പിന്നെ ആറാമത്തെ മൊഴി ലൂക്കോസ് 23:46 എന്താ, ഐ കമ്മിറ്റ് മൈ സ്പിരിറ്റ്, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. പിന്നെ ഏഴാമത്തെ മൊഴി, ഇറ്റ് ഇസ് ഫിനിഷ്, എല്ലാം നിവൃത്തിയായി, യോഹന്നാൻ 19:30 വാക്യം. അപ്പം അങ്ങനെ അവിടെ ഒരു 7 എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ വെളിപാട് പുസ്തകത്തിൽ തന്നെ പിന്നെയും 7 സീൽസ്, 7 മുദ്രകളെ കുറിച്ച് നമ്മൾ വെളിപാട് 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. വെളിപാട് 5-ാം അധ്യായത്തിൽ 7 മുദ്രകളുള്ള ഒരു പുസ്തകം. ആ ഓരോ മുദ്രയും ടപ്പോ 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 എന്ന് പൊട്ടിക്കുമ്പോൾ ഓരോരോ അന്ത്യകാല സംഭവങ്ങൾ വെളിപ്പെടുന്നതും, ഇത് ക്രിസ്തു വെളിപ്പെടുന്നു, മരണം സംഭവിക്കുന്നു, ക്ഷാമം സംഭവിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ വായിച്ചിരുന്നു. എന്താ 7 സീൽസ്, 7 മുദ്രകൾ. പിന്നെ 7 ലാംപ്സ്, 7 ലാംപ്സ്, വെളിപാട് 4-5 7 വിളക്കുകൾ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. വെളിപാട് അത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നതായിട്ട് വെളിപാട് 4-7 വാക്യം. അവിടെ എന്താ നമ്മൾ വായിച്ചേ? വെളിപാട് 4-5 സോറി, വെളിപാട് 4-5. അതെ, 7 lamps ഓഫ് ഫയർ ബേണിംഗ് ബിഫോർ ദ ത്രോൺ. അത് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു 7 ഫോൾഡ് ഹോളി സ്പിരിറ്റിനെ സൂചിപ്പിക്കുന്ന വെളിപാട് 4-5 എന്തായി 7 ആത്മാക്കളായ 7 ദീപങ്ങൾ എന്ന് തന്നെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. വിച്ച് ആർ ദ 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവിനെ അവിടെ 7 ദീപങ്ങളായിട്ട് 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. 7 ദീപങ്ങളായിട്ട് നമ്മളവിടെ പരിശുദ്ധാത്മാവിനെ തന്നെ പ്രതീകാത്മകമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതൊക്കെ നമ്മളവിടെ കണ്ടു. പിന്നെ 7 ഹോൺസ്, 7 കൊമ്പുകൾ. വെളിപാട് 5-6 നമ്മൾ 7 കൊമ്പുകളെ കുറിച്ച് വായിക്കുന്നുണ്ട്. 7 ഹോൺസ് ആൻഡ് 7 ഐസ് എന്നുള്ള കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ 7 കൊമ്പുകളും 7 കണ്ണുകളും കാണുന്നുണ്ട്. അതാ വെളിപാട് 5-6 എന്താ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. ഈ കുഞ്ഞാടിന് 7 കൊമ്പുള്ളതായിട്ട് ഒരു പൂർണ്ണതയുടെ, കർത്താവിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ശക്തിയെ കുറിക്കുന്നതായിട്ടുള്ള 7 കൊമ്പുകൾ യേശുവിനുള്ളതായിട്ട് നമ്മളവിടെ കാണുന്നത്. ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിനുള്ള 7 കൊമ്പുകളും 7 കണ്ണുകളും. അത് 7 കണ്ണുകൾ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നതായിട്ടും കൊമ്പ് അതിൻ്റെ ശക്തിയെ കുറിക്കുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെന്താ, വെളിപാട് 8-2 എന്താ നമ്മൾ വായിക്കുന്നത്, 7 ദൂതന്മാരെ കുറിച്ച് വായിക്കുന്നുണ്ട്. വെളിപാട് 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ 7 ദൂതന്മാരാണ്, അവരാണ് 7 കാഹളം ഊതുന്നത്. അപ്പം 7 ദൂതന്മാരെ കുറിച്ചും വായിക്കുന്നു. വെളിപാട് 8-2 പിന്നെന്തും വായിക്കുന്നുണ്ട്, 7 കാഹളങ്ങളെ കുറിച്ച്, 7 ട്രംപറ്റ്സിനെ കുറിച്ച് വായിക്കുന്നു. 7 ഏഞ്ചൽസ്, ഈച്ച് വൺ വിത്ത് എ ട്രംപറ്റിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. പിന്നെ 7 പീൽസ് ഓഫ് തണ്ടർ, ഇടി മുഴങ്ങുന്നു. ഇടി മുഴങ്ങുമ്പം പെട്ടെന്ന് ഇടി മുഴങ്ങുമ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ അകത്തോട്ട് വന്ന് കൂഞ്ഞിക്കൂടി അങ്ങ് ഇരിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ അവിടെ ഹോളിഡേ ഹൗസിൽ കണ്ണൂരായിരുന്ന സമയത്ത്, കണ്ണൂര് ഒരു അജ്ഞാതവാസ എന്നാണ് സ്ത്രീകൾക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഗവൺമെന്റ് സർവീസിൽ കയറി അവിടെ എന്തായിരുന്നു സ്ഥലത്തിന്റെ പേര് മറന്നുപോയത്, കീഴ്പള്ളിയിൽ, കരുനാഗപ്പള്ളിയിൽ നിന്ന് കീഴ്പള്ളിയിലോട്ട് പോയപ്പോൾ അവിടെ കുറച്ച് 2.5 മാസം അവിടെ ഇരിക്കേണ്ടി വന്നായിരുന്നു. അപ്പം പെട്ടെന്ന് പിന്നെ ദൈവം സഹായിച്ച് അങ്ങനെ ട്രാൻസ്ഫറൊക്കെ കിട്ടി ഇങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ പിള്ളേരൊക്കെ വളരെ കൊച്ചു പിള്ളേരാണ്, പെട്ടെന്ന് ഇടി മുഴങ്ങുമ്പോഴത്തേക്കും നമ്മളവിടെ റെന്റഡ് ഹൗസിൽ എല്ലാവരും കൂടെ ചേർന്ന് വന്ന് കൂടി. അപ്പം എനിക്കൊന്ന് അവര് ആദ്യമായിട്ടൊക്കെ ആയിരിക്കും ഇടി, ഇത്രയും വലിയ ഇടി കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ
പെട്ടെന്ന് ഇങ്ങനെ വല്ല ലൈറ്റനിങ്, ഭയങ്കര ശബ്ദം, ഇതൊക്കെ എല്ലാവരും കൂടെ ഒരുങ്ങി. അപ്പൊ ആ ഒരു ഇവിടെ നമ്മൾ സെവൻ പീൽസ് ഓഫ് തണ്ടറിനെ കുറിച്ച് എവിടെ വായിച്ചു? വെളിപാട് 10-ന്റെ 3-ാമത്തെ വാക്യം. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ ആർത്തു, അത്യുച്ചത്തിൽ ആർത്തു. ആരാ ആർത്തെ? ഇവിടെ ഒരു ദൂതൻ. ദൂതൻ ദൂതൻ ചിലർക്കാരനൊന്നുമല്ല. ഒരു കാല് സമുദ്രത്തിലും ഒരു കാല് ഭൂമിയിലും വെച്ച് നിൽക്കുക. നമ്മൾ ഇന്ന് അവിടെ ഒരു കാല് സമുദ്രത്തിലും ഭൂമിയിലൊക്കെ വെച്ച് എപ്പോഴേ കടല് എടുത്തുകൊണ്ട് പോയിച്ചെന്ന് ചോദിച്ചാൽ മതി. എന്നാൽ ദൂതൻ അത്ര വലിയൊരു ദൂതനാ. ഈ കർത്താവ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും മത്തായി 26 ഇങ്ങനെ വായിക്കുമ്പോൾ പത്രോസ് വാളെടുത്ത് യുനോ എന്താ അറസ്റ്റ് ചെയ്യാൻ വന്ന ഒരു ചേവകനെ, ഒരു ഒരു ആളെ, ഹൈ പ്രീസ്റ്റിന്റെ സ്ലേവിനെ വെട്ടുമ്പോൾ വാളെടുത്തവൻ വാളാലെ മരിക്കും, അതുകൊണ്ട് വാൾ ഉറയിലിടാനൊക്കെ പറഞ്ഞിട്ട് കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ 12 ലഗ്യോൻ സൈന്യങ്ങളെ വിളിക്കാവുന്നതേ ഉള്ളൂ, 12 ലഗ്യോൻ ദൂതന്മാരെ വിളിക്കാവുന്നതേ ഉള്ളൂ എന്ന് കർത്താവ് അവിടെ മത്തായി 26-53 പറയുന്നതൊക്കെ ഞങ്ങൾ ഇന്നലെ വായിച്ചു. അപ്പൊ ആ ഒരു ലഗ്യോൻ എന്ന് പറഞ്ഞാൽ 12,000. അപ്പൊ അതുപോലെ ഒരു ലഗ്യോൻ എന്ന് പറഞ്ഞാൽ 6,000-ഓളം. അപ്പം 12 ലഗ്യോൻ എന്ന് പറയുമ്പോൾ 72,000-ഓളം ദൂതന്മാരെയൊക്കെ കർത്താവിന് ഒരു ഞൊടിയിടയിൽ വിളിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒരു ദൂതൻ തന്നെ എന്താ ഇവിടെ കടലിന്റെയും കടലിന്റെയും കരയിലെയും ഒക്കെ ഓരോ കാലിൽ വെച്ച് നിൽക്കുന്ന സിംഹം അലറും പോലെ അലറുന്ന അത്ര വലിയ ദൂതന്മാരുടെ ശക്തി എന്നൊക്കെ പറഞ്ഞാൽ പഴയ നിയമത്തിലൊക്കെ ദൂതന്മാർ വന്ന് എത്രയോ ആയിരക്കണക്കിന് പേര് പെട്ടെന്ന് മരിച്ചു വീഴുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ നമ്മൾ പഴയ നിയമത്തിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അത് വലിയ ദൂതന്മാരുടെ ശക്തി ഒക്കെയാണ്. അപ്പൊ അതുപോലെയുള്ള ദൂതന്മാരൊക്കെയാണ് നമുക്ക് സേവകാത്മാക്കളായിട്ടുള്ളത്. ഒരു ഭൂതാത്മാവിനെ കൈകാര്യം ചെയ്യാൻ എത്ര ദൂതന്മാരുണ്ട്? 2 ഉണ്ട്. എവിടെ പറയുന്നേ? മൂന്നിലൊന്ന് ഭൂതങ്ങൾ, മൂന്നിലൊന്ന് ദൂതന്മാരാണ് വീണു പോയതെന്ന് നമ്മൾ വെളിപാട് 12-ന്റെ 3-4 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. വെളിപാട് 12-ന്റെ 4-ാമത്തെ വാക്യത്തിലല്ലേ പറയുന്നത് 1/3 ഓഫ് ദ സ്റ്റാർസ് എന്ന് അവിടെ പറയുന്നുണ്ട്. അതെ, വെളിപാട് 12-ന്റെ 4. അപ്പൊ 1/3-ന്റെ ബാക്കി എത്ര ഉണ്ട്? 1 - 1/3 = 2/3. 100-ൽ നിന്ന് 1/3 പോയാൽ ബാക്കി എന്തുണ്ടെന്ന് 2/3 ഉണ്ട്. 33 പോയാൽ ബാക്കി 66 പോയിന്റ് സംതിങ് ഉണ്ടെന്ന് പറയുന്നത് പോലെ. അപ്പൊ എന്ന് പറഞ്ഞാൽ 1:2. ഒരു ഭൂതാത്മാവ്, ഒരു ദുരാത്മാവിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി 2 ദൂതന്മാരുണ്ട്. അപ്പം അതുകൊണ്ട് അല്ല, നമുക്ക് കർത്താവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പിന്നെ ഈ 2/3 ഓഫ് ദ ഏഞ്ചൽസ് നമ്മുടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തതിനെ പേടിക്കുന്നത്? ലിയനാർഡോ രാവിൻഹിലിന്റെ ഒരു കോട്ട് സ്ത്രീകളിടയ്ക്ക്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇതിനെ ഇരുന്ന് കരയുന്നതെന്നാണ് ലിയനാർഡോ രാവിൻഹിൽ എന്ന് പറഞ്ഞൊരു ദൈവമനുഷ്യൻ, കഴിഞ്ഞ നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ദൈവമനുഷ്യൻ ചോദിക്കുന്നത്. അപ്പം അതാണ് നമ്മൾ പറയുന്നത്. അപ്പം അത്രയും വലിയ ദൂതന്മാരുടെ ആ ഒരു വലിയ സിംഹം അലറും പോലെ, സിംഹത്തിന്റെ അലർച്ചയൊക്കെ നമ്മൾ ചിലപ്പം TV-യിലോ യൂട്യൂബിലോ അങ്ങനെ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഭയങ്കര ദിഗന്ധങ്ങളെ ഭേദിച്ചുകൊണ്ടുള്ള, ദിഗന്ധങ്ങൾക്ക് പറഞ്ഞാൽ ഡയറക്ഷൻസ്, ദിക്കുകൾ, അതാ ദിഗന്ധങ്ങളെ ഭേദിച്ചുകൊണ്ടുള്ള വലിയ ശബ്ദം അതാ. എന്നാൽ 7 ഇടിനാദം മുഴക്കിയപ്പോൾ എന്നൊക്കെയാണ് നമ്മളവിടെ അതിൻ്റെ ഒരു താഴോട്ട് വായിക്കുന്നത്. 7 ഇടിയും നാദം മുഴക്കി, ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി, അതുപോലെ വലിയ ഒച്ചത്തിലായിരുന്നു എന്നുള്ള കാര്യം വെളിപാട് 10-3. അപ്പൊ അതാ നമ്മൾ ഈ പറഞ്ഞു വന്നത് എന്താ? ഈ 7 എന്നുള്ളൊരു സംഖ്യ ഒരു പൂർണ്ണതയുടെ സംഖ്യയായിട്ട് പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ 7 ദൈവത്തിനെ സൃഷ്ടിച്ച് ക്രമത്തിൽ 7-ാം ദിവസം കർത്താവ് വിശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഒരാഴ്ചയിൽ 7 ദിവസങ്ങള്, പിന്നെ 7 സ്വരങ്ങള്, അതുപോലെ അത് ഒരു പൂർണ്ണതയുടെ സംഖ്യയായിട്ട് കാണുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ അനുഗ്രഹത്തിന്റെ കാര്യം പറയുമ്പോഴും 7 അനുഗ്രഹങ്ങളുടെ കാര്യം 7 തവണ ആ ഒരു അനുഗ്രഹിക്കപ്പെട്ടവർ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുള്ളതായിട്ടും ആ 7 റെഫറൻസസും പറയുന്നുണ്ട്. അതിൽ 1-ാമത്തെ റെഫറൻസ് കഴിഞ്ഞ ആഴ്ച നമ്മളിന്ന് വായിച്ചു. എവിടെ വായിച്ചേ? വെളിപാട് 1-ന്റെ 4-ാമത്തെ വാക്യത്തില് 1-ാമത്തെ റെഫറൻസ് വായിച്ചേ. എന്താ? വെളിപാട് 1-ന്റെ ഈ പ്രവചനത്തിലെ വെളിപാട് 1-ന്റെ 3-ാമത്തെ വാക്യത്തില്, എനിക്ക് തോന്നുന്നു അന്തിമവചന പുസ്തകത്തിൽ അത് 13 തെറ്റായിട്ട് അവിടെ ഇത് കൊടുത്തേക്കുന്ന റെഫറൻസ് കൊടുത്തേക്കുന്നത്. ഇംഗ്ലീഷിൽ 1-ന്റെ 3 കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 1-ന്റെ 13 അല്ല, 1-ന്റെ 3-ാമത്തെ വാക്യമാണ്. വെളിപാട് 1-ന്റെ 3 നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചായിരുന്നു. അത് വചനം അനുസരിക്കുന്ന ഈ പ്രവചനത്തിൽ, ദൈവവചനത്തിലെ എല്ലാ പ്രവചനങ്ങളും അനുസരിക്കുന്നതിൽ ഒരു അനുഗ്രഹമുണ്ട് എന്ന് ഈ കുറച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ള പുസ്തകമാണ് എന്ത്? വെളിപാട് പുസ്തകം എന്നുള്ള കാര്യം നമ്മൾ ഇതിനകം തന്നെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അത്രമാത്രം പ്രതീകാത്മകമായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ
നമ്മളത് വായിച്ചു. നമുക്ക് സാക്ബറിൻ്റെ പുസ്തകമൊക്കെ നമുക്ക് കാര്യങ്ങളെയൊക്കെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനൊക്കെ നമുക്ക് ഹെൽപ്പായി. ഇപ്പം ഇവിടെ വെളിപാട് 1-3 എന്താ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അത്രയും കുറച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ള പുസ്തകമാണെങ്കിൽ നമ്മളത് വായിച്ചും മനസ്സിലാക്കി അതനുസരിക്കാനായിട്ട് നമ്മളെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും അങ്ങനെ കർത്താവിൻ്റെ ശക്തിയാൽ നമ്മൾ അനുസരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു അനുഗ്രഹമുണ്ട്. അതാണ് നമ്മൾ ഒന്നാമത്തെ അനുഗ്രഹത്തെക്കുറിച്ച് വായിച്ചത്. അപ്പം നമ്മളിത് 7 തവണ അനുഗ്രഹം ഉണ്ടെന്ന് വായിച്ച് നമുക്ക് വേണമെങ്കിൽ അങ്ങ് പോവാം. പക്ഷേ ആ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടുണ്ടോ എന്നുള്ളതാ കാര്യം. നമുക്ക് ആ 7 അനുഗ്രഹങ്ങളുണ്ട് എന്ന് പറഞ്ഞു പോകുന്നതിൽ അർത്ഥമില്ല. ഇപ്പം തന്നെ 7 ആത്മാക്കൾ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് ആ 7 കാര്യങ്ങൾ വീണ്ടും ഞാനത് പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും വീണ്ടും അതെടുത്ത് പറഞ്ഞ എന്താ നമ്മുടെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു 7 ആട്രിബ്യൂട്ട്സും ആ ഒരു ജ്ഞാനവും വിവേകവും ആലോചനയും ബലവും യഹോവ ഭയവും ബലവും എല്ലാം നമ്മളുടെ ഹൃദയത്തിൽ നിറയപ്പെടേണ്ടതായിട്ടുണ്ട്, നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതുപോലെ ഇവിടെ നമ്മൾ എന്താ വായിക്കുന്നത്, നമ്മളിപ്പോൾ എല്ലാവരും എവിടെ ഉണ്ട്, വെളിപാട് കറണ്ട് ലൊക്കേഷൻ എവിടെ, നമ്മളിപ്പോൾ വഴി ഒതിച്ച് വരുമ്പം കറണ്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കുന്നത് പോലെ അല്ലേ, കറണ്ട് ലൊക്കേഷൻ എവിടെ, വെളിപാട് 1-3 വാക്യം. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും. അന്നാണെങ്കിൽ ഇത്രയും ബൈബിളിലെ കോപ്പീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ദൈവമക്കളെല്ലാം ഒരിടത്ത് കൂടി വന്ന് ഒരാൾ വായിച്ച് കേൾപ്പിക്കും ഉറക്കെ. അത് പബ്ലിക് റീഡിങ് ഓഫ് സ്ക്രിപ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ തിമോത്തിയോസിൻ്റെ പുസ്തകത്തിലൊക്കെ വായിച്ച റെഫറൻസ് ഒക്കെ നമ്മളന്ന് കണ്ടായിരുന്നു. അത് വായിച്ച് കേൾപ്പിക്കുന്നവനും പിന്നെ കേൾക്കുന്നവരും, അതുകൊണ്ട് മാത്രമല്ല അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും. ഇതെല്ലാം വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നു, എന്നാൽ അത് പ്രമാണിക്കുന്നവർ. തെരയോ എന്നുള്ളൊരു വാക്ക്, ദോസ് ഹു കീപ് ദ തിങ്സ്, ഹീഡ് ദ തിങ്സ് വിച്ച് ആർ റിട്ടൺ ഇൻ ഇറ്റ് ഫോർ ദ ടൈം ഈസ് നിയർ എന്നുള്ളൊരു കാര്യം നമ്മൾ വായിച്ച്. നമ്മൾ അതുപോലെ ദൈവവചനം, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ കേൾക്കുന്നു അല്ലെങ്കിൽ പറയുന്നു, പ്രസംഗിക്കുന്നു, അങ്ങനെയാണ്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു, എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നു. യോഹന്നാൻ 14-15 വാക്യം, ജോൺ 14:15. അതിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിലൂടെ പകരപ്പെടുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ശക്തി നമ്മളെ വചനം അനുസരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മൾ കർത്താവിൻ്റെ ആ സ്നേഹത്തിന് മുമ്പാകെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ സ്വയശക്തിയിൽ ഞാനായിട്ട് എന്തോ അനുസരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് കർത്താവിൻ്റെ ആ ഒരു സ്നേഹം കാണുമ്പോൾ കർത്താവ് അവിടുന്ന് പറയുന്ന കൽപ്പനകൾ, അവിടുന്ന് പറയുന്ന വചനങ്ങൾ എനിക്ക് അനുസരിക്കണേ, എന്നെ സഹായിക്കണേ, എന്നെ കൊണ്ട് പറ്റത്തില്ലേ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ കർത്താവിൻ്റെ സ്നേഹമാണ് പകരപ്പെടുന്നതെന്ന ഇവിടെ പറയുന്നത്. റോമർ 5-5 വാക്യത്തിൽ പറയുന്നത്, ഡു യു നോട്ട് നോ the love of God has been flooded in your hearts through the Holy Spirit who has been given to us. പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മളിൽ നിറയപ്പെട്ടിരിക്കുന്നു. അപ്പം ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോൾ ദൈവസ്നേഹം നമ്മളിൽ നിറഞ്ഞ ആ ദൈവസ്നേഹം നമ്മളെ, അപ്പം നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ കൽപ്പനകൾ അനുസരിക്കുവാനും ഉള്ളൊരു ശക്തി ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു കോപതയെക്കുറിച്ച്, മോഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആകുല ചിന്തകളെക്കുറിച്ച്, ക്ഷമിക്കുന്നതിനെക്കുറിച്ച്, പരാതിയും വെറുപ്പും പറയുന്നതിനെക്കുറിച്ച്, അസൂയപ്പെടുന്നതിനെക്കുറിച്ച്, ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു നിലവാരമുണ്ട്. അവിടെ കർത്താവേ എന്നെക്കൊണ്ട് തന്നെ പറ്റത്തില്ല കർത്താവേ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഒരു 0-0 ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ഉള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി നമ്മളെ വചനം അനുസരിക്കാൻ സഹായിക്കും. വചനം അനുസരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. നമുക്ക് എന്തായാലും ആ വചനം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ യോഹന്നാൻ 14 2 വാക്യം കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കാം. യോഹന്നാൻ 14-15 മാത്രമല്ല, വേറെ എന്തുണ്ട്, അതേ കാര്യം തന്നെ 23 പറയുന്നുണ്ട്. 21 സിമിലർ ആയിട്ടുള്ളൊരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 14-21, യോഹന്നാൻ 14-15 എടുത്ത് നോക്കാം. നമ്മൾ യോഹന്നാൻ സുവിശേഷമൊക്കെ വാക്ക് പ്രതി വാക്കായിട്ട്, വേർഡ് ബൈ വേർഡായിട്ടൊക്കെ പല വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടതാണ്. എങ്കിലും നമ്മളെല്ലാവരും അറിവുള്ളവരും പരിശുദ്ധാത്മ നമ്മളെ വീണ്ടും വീണ്ടും പല കാര്യങ്ങളും ഓർപ്പിക്കേണ്ടവരായിട്ടുള്ളവരാണ്. അപ്പോൾ എവിടെ നമ്മളിപ്പോൾ ഉള്ളത്, ജോൺസ് ഗോസ്പൽ, നമ്മൾ ഇതേ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പോവാം. ജോൺസ് ഗോസ്പൽ, യോഹന്നാന്റെ സുവിശേഷം എടുത്തു. അതിന് 14-15 വാക്യം, 14-15 ഓർക്കാൻ എളുപ്പം അല്ലെ. 14-15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഇഫ് യു ലവ് മീ യു വിൽ കീപ് മൈ കമാൻഡ്മെന്റ്സ്. അവിടെയും തെരയോ എന്നുള്ള അതേ വാക്ക് തന്നെ ഇവിടെ ഈ ഇംഗ്ലീഷിൽ ആൻഡ് ഹീഡ് ദ തിങ്സ് വിച്ച് ആർ റിട്ടൺ ഇൻ NASB ഇരിക്കുന്നത്. ആ ഹീഡ് എന്നുള്ളത് ശരിക്കും അത്ര, ഹീഡ് എന്ന് പറയുമ്പോൾ ലിസൺ എന്നുള്ളൊരു അർത്ഥമാണ് ഇംഗ്ലീഷ് വാക്കിന്. പക്ഷേ യഥാർത്ഥത്തിൽ ഗ്രീക്കിൽ തെരയോ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കീപ് ദ തിങ്സ് അല്ലെങ്കിൽ ഒബേ ദ തിങ്സ് എന്നുള്ളതാണ് അവിടെ
ശരിക്കും വേണ്ട. മലയാളത്തിൽ പ്രമാണിക്കുന്നവർ എന്നുള്ള ആ ഒരു കാര്യം കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രമാണിക്കുക എന്ന് പറയുമ്പോൾ പഴയ മലയാളമാണ്, എന്നാലും അനുസരിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവും. കീപ്പ്, ഒബ്സേർവ് എന്നൊക്കെയുള്ള അർത്ഥം ആ തെരയോ എന്നുള്ള വാക്ക്. അത് 11 തവണ വെളിപാട് പുസ്തകത്തിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ഞാൻ അന്ന് വെളിപാട് പുസ്തകത്തിന് ബൈബിൾ സ്റ്റഡിയിലൊക്കെ അന്ന് നമ്മൾ കണ്ടായിരുന്നു. ഇപ്പം ഞാൻ ആ 11 തവണ എവിടാന്നൊക്കെ ഇനിയും പറയാൻ നിൽക്കുന്നില്ല. പറയണമെങ്കിൽ ഞാൻ പെട്ടെന്ന് ആ റെഫറൻസസ് ഒക്കെ പറഞ്ഞേക്കാം, താല്പര്യമുള്ളതൊക്കെ എഴുതിയെടുക്കാമല്ലോ. തെരയോ, കീപ്പ് എന്നുള്ള ആ വാക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ദൈവവചനം കീപ്പ് ചെയ്യാൻ ദൈവാത്മാവ് ഊന്നി പറയുന്നൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. 1:3 ഇപ്പം നമ്മൾ വായിച്ചു. പിന്നെ 2:26 3:3, 8, 10 വാക്യങ്ങളിലുണ്ട്. അതിൽ 10ാമത്തെ വാക്യത്തിൽ 2 തവണ പറയുന്നുണ്ട്. നമ്മൾ കീപ്പ് ചെയ്യുവാണെങ്കിൽ ദൈവം നമ്മളെ കീപ്പ് ചെയ്യും. നമ്മൾ വചനം സൂക്ഷിക്കുകയാണെങ്കിൽ, വചനം പ്രമാണിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ കാത്തുകൊള്ളും എന്ന് പറയുന്നൊരു വാക്ക് അവിടെ 3:10 2 തവണ പറയുന്നുണ്ട്. വെളിപാട് 3, 8, 10 വാക്യങ്ങൾ. പിന്നെ 12:17, 14:12, 16:15, ഇതൊരു സ്പീഡായിപ്പോയോ, 22:7, 9. ഒന്നുകൂടെ പറയാം, സോറി. വെളിപാട് 1:3, 2:26, അത് ഞാൻ പറഞ്ഞിട്ടല്ലേ, 2:26. പിന്നെ 3-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം. ഇതൊക്കെ എന്തിനാ പറയുന്നത്, നമ്മൾ പിന്നെ നമുക്ക് വായിച്ച് നോക്കുമ്പം അത് അങ്ങനെ വചനം നമ്മളെ ആ ഒരു ആർത്തിയോട് ഭക്ഷിക്കുന്നേ. എന്തൊക്കെയോ കുറേ വാക്ക്, 2 റെഫറൻസസ്, കുറേ നമ്പേഴ്സൊക്കെ ഈ സഹോദരൻ പറയുന്നുണ്ട്. ഈ സഹോദരന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നുള്ളതിനല്ല, കുറച്ച് പിന്നീട് നമുക്ക് സമയം കിട്ടുമ്പോൾ ആ വാക്യങ്ങളൊക്കെ ഓരോന്നായിട്ടൊക്കെ എടുത്ത് നമ്മളിത് ആദ്യമൊക്കെ അതിൻ്റെ റെവല്യൂഷൻ ബൈബിൾ തുടക്കത്തിൽ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് ഞാൻ പിന്നെ അതിലോട്ട് പോകുന്നില്ല, നമുക്ക് സമയക്കുറവായതുകൊണ്ട്. ഇതിനെ നമ്മൾ 9:30 കൺക്ലൂഡ് ചെയ്യാമല്ലോ. അപ്പം 3:3, 8, 10 വാക്യങ്ങളിൽ, പിന്നെ 12:17, 14:12, 16:15, 22:7, 9 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തെരയോ. അപ്പം ആ വാക്ക് തന്നെ എവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ഇതേ യോഹന്നാൻ എഴുതിയ യോഹന്നാന്റെ സുവിശേഷം 14:15 വാക്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ തെരയോ എന്ന് പറഞ്ഞാൽ കാത്തുകൊള്ളും. യു വിൽ കീപ് മൈ കമാൻഡ്മെന്റ്സ്. അതേ കാര്യം തന്നെ തൊട്ട് താഴോട്ട് വരുമ്പോൾ 23-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ഹി വിൽ കീപ് മൈ ലോഗോസ്, കീപ് മൈ വേർഡ്. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുന്നു. നമ്മൾ ദൈവവചനം അനുസരിക്കുമ്പം ദൈവവചനം എന്തോ കേട്ട് രസിക്കാനുള്ളൊരു കാര്യമല്ല, മറിച്ച് കർത്താവിൻ്റെ പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിൽ അതൊരു അനുസരണമായിട്ട്, അനുഭവമായിട്ട്, വെളിപ്പാടായിട്ട്, എൻ്റെ നിത്യാനുഭവമായിട്ട് മാറണം. ആ ഒരു കർത്താവിൻ്റെ സന്തോഷം, കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ വിശ്വസ്തത, അതെല്ലാം നമുക്കൊരു പ്രസംഗിക്കാനുള്ള കാര്യമല്ല, മറിച്ച് അതൊരു അനുസരണമായിട്ട് മാറണം. അപ്പോൾ അനുസരണമായിട്ട് മാറുമ്പോൾ കർത്താവിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലെ അനുഭവം, അനുസരണവും വെളിപ്പാടും ഒക്കെ ആവുമ്പോൾ എന്താ പറ്റുന്നേ? എൻ്റെ പിതാവിനെ, അവനെ, അങ്ങനെയുള്ളവനെയാണ് സ്നേഹിക്കുന്നത്. ദൈവം എല്ലാവരും സ്നേഹിക്കുന്നില്ലേ? ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ ലവിൻ്റെ പാത്രീഭൂതരാകുന്നവരെ, പാത്രീഭൂതരാവുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർഹരാകുന്നവർ, അല്ലെങ്കിൽ അതിനെ വിധേയരാകുന്നവർ. ദൈവത്തിൻ്റെ സ്പെഷ്യൽ ലവ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒത്തിരി ദൂരെ ദൈവം ഇവിടെ ആയിരിക്കുന്നെന്നിരിക്കട്ടെ, നമ്മളങ്ങ് ദൂരെ ഇരിക്കുമ്പോഴും ദൈവ സ്നേഹമായതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം എത്തും. പക്ഷേ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നവർക്ക് ആ സ്നേഹം കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് അനുഭവിക്കാനൊക്കും. കർത്താവിനോട് കൂടുതൽ അടുത്തടുത്ത് വരുമ്പോൾ ആ സ്നേഹത്തിന് ആഴത്തിലേക്ക്, ദൈവം സ്നേഹമായതുകൊണ്ട് ദൈവം എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിനോട് അടുത്ത് വരുന്നവർക്ക് ആ സ്നേഹം കൂടുതലായിട്ട് അനുഭവിക്കാനൊക്കെ. അത് അങ്ങനെ അവനെയാണ് പിതാവ് സ്നേഹിക്കുന്നത്. ബാക്കി എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. പക്ഷെ എങ്കിലും അനുസരിക്കുന്നവർക്കുള്ള ഒരു സ്പെഷ്യൽ ലവാണ് നമ്മളവിടെ. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാവരും കൂടെ എന്ത് ചെയ്യും? ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളത്തിൽ വാസം ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ വചനം അനുസരിക്കുമ്പം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലെ വചനം അനുസരിക്കുമ്പം, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിറവിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും സാന്നിധ്യവും കൂടെ നമുക്ക് അനുഭവിക്കാനൊക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അനുഭവിക്കാനും, പിതാവ് നമ്മുടെ കൂടെയുള്ള ഒരു സ്വർഗീയ അപ്പച്ചനായിട്ട്, പപ്പ, ഡാഡിയായിട്ട് പിതാവിൻ്റെ സാന്നിധ്യം. ശരിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും അക്ഷരികമായിട്ടുള്ള സാന്നിധ്യം എവിടെയുള്ളൂ? അങ്ങ് 3-ാം സ്വർഗത്തിലാണ് പിതാവും പുത്രനും ഉള്ളത്. കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിലേ കർത്താവിന് വരുത്തുള്ളൂ. എന്നാൽ ഇന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞ് നമ്മളെ കർത്താവിൻ്റെ വചനം അനുസരിക്കാൻ സഹായിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കവിടെ പിതാവിൻ്റെ സ്നേഹം, ആ ഒരു പിതാവിൻ്റെ ആ ഒരു ആശ്വാസവും കരുതലും ഒക്കെ നമുക്ക് അനുഭവിക്കാനൊക്കും. പിന്നെ നമ്മുടെ ആത്മമണവാളനായ ക്രിസ്തു, നമ്മുടെ ഇടയനായ കർത്താവ്, നമ്മുടെ രാജാവായ കർത്താവിൻ്റെ ആ ഒരു സ്നേഹം,
ആ ഒരു കർത്താവിൻ്റെ കാർക്കശ്യവും കൃപയും സ്നേഹവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ, അങ്ങനെ പിതാവും പുത്രനും എല്ലാവരും കൂടെ നമ്മുടെ കൂടെ വന്നങ്ങ് വസിക്കുന്നൊരു പ്രതീതിയാണ്. എല്ലാവരും കൂടെ വന്ന് വലിയൊരു മേളമായിട്ട്, നമ്മളെ വലിയ ആഘോഷമായിട്ട്, വലിയ ജയോത്സവമായിട്ട് നടത്തുന്നതൊക്കെ 2 Corinthians 2:14 സൗരഭ്യവാസനയായിട്ട് ജയോത്സവമായിട്ട് നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു ജയോത്സവം, ഇങ്ങനെ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ്. അപ്പം ഈ വലിയ ഉത്സവവും പെരുന്നാളും വലിയ വലിയ ആഘോഷങ്ങളും ഒക്കെ വരുമ്പോൾ ബന്ധുക്കളെല്ലാവരും കൂടെ വന്ന് ഒരുമിച്ച് വലിയൊരു ആഘോഷം മാതിരി, അതുപോലെ ദൈവം നമ്മുടെ കൂടെ വന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതുപോലെ ഒരു വലിയൊരു സന്തോഷത്തിന്റെ ഒരു ആഘോഷത്തിന്റെ ഒരു ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തു ശിഷ്യന്റെ, ഈ വചനം അനുസരിക്കുന്നവന്റെ ജീവിതം. അതേപോലെ ഒരു വാക്യം, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്യം 21-ാമത്തെ വാക്യം, യോഹന്നാൻ 14:23 വായിക്കുമ്പോൾ 21 നമുക്ക് വായിക്കാതെ പോകാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അതുപോലൊരു വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ. ലഭിച്ച് എന്ന് പറയുമ്പോൾ ദോസ് ഹി ഹു ഹാസ് മൈ കമാൻഡ്മെന്റ്സ്. നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം ഉണ്ട്. എന്നാൽ നമ്മളുടെ ഓരോരോ ജീവിത സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ ആ സാഹചര്യത്തിന് വേണ്ടതായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു വചനം ദൈവം നമ്മളെ ഓർപ്പിക്കും. അവിടെ നമുക്ക് ആ കൽപ്പനകൾ അവിടെ നമുക്ക് ലഭിക്കും. ഇപ്പം നീ പരാതിയും വെറുപ്പും ഇല്ലാതെ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴിൽ അങ്ങ് താണിരിക്കുമെന്നായിരിക്കും കർത്താവിൻ്റെ കൽപ്പന. ഒരു സാഹചര്യത്തിലൂടെ, ചില സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, ചില സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നീ ഇവിടെ കർത്താവിനോട് നിലപാടെടുത്ത് അവിടെ ചില കാര്യങ്ങൾ കർക്കശമായിട്ട് പറയണം. കർത്താവിൻ്റെ കൃപയിൽ എന്ന സ്നേഹത്തിൽ, ബഹുമാനത്തിൽ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അപ്പം അവിടെ അതായിരിക്കും ആ കൽപ്പനകൾ ലഭിച്ച്, അത് നമുക്ക് ആ കൽപ്പനകളൊരു ലോഗോസ് ആയിട്ടുള്ള ആ വചനം റേമ ആയിട്ട് മാറുന്നു. നമുക്കൊരു സ്പോക്കൺ വേർഡായിട്ട് കർത്താവിനോട് സംസാരിക്കുന്ന ഒരു വചനമായിട്ട് ആ സമയത്തേക്ക് ദൈവം അതൊരു വചനമായിട്ട്, വെളിപ്പാടായിട്ട്, കൽപ്പനയായിട്ട് കർത്താവിൽ നിന്ന് കേട്ട് അങ്ങനെ അത് നമ്മളുടെ സ്വന്തമാക്കി. അതാ ഹി ഹു ഹാസ് മൈ കമാൻഡ്മെന്റ്സ്, ഹി ഹു ഹാസ് മൈ കമാൻഡ്മെന്റ്സ് ആൻഡ് കീപ്സ് ദം. അങ്ങനെ ലഭിച്ച് സ്വന്തമാക്കി പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കുന്നു. എല്ലാവരും സ്നേഹിക്കുന്നുണ്ടെന്ന് വചനം അനുസരിക്കുന്നവരെ ദൈവം അതുപോലെ സ്പെഷ്യലായിട്ട് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. അതാ നമ്മൾ വെളിപ്പാട്, അതാ നമ്മളിന്ന് മെസ്സേജിൽ നമ്മളത് പറയാൻ തുടങ്ങിയത്. അതാ എന്താ, ആർക്കേ വെളിപ്പാട് കിട്ടത്തുള്ളൂ? നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് അടിയറവ് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കാണ് കർത്താവിനെ വെളിപ്പാടായിട്ട് കിട്ടുന്നത്. അതാ ഇവിടെ നമ്മളതാ വായിക്കുന്നത്. നമുക്ക് ഓരോ കാര്യത്തിനും നമ്മുടെ സ്വന്തം ഇഷ്ടമുണ്ട്, പക്ഷെ കർത്താവിൻ്റെ ഇഷ്ടമാണ് കർത്താവിൻ്റെ വചനം. കർത്താവിൻ്റെ ഇഷ്ടമാണ് കർത്താവിൻ്റെ വചനം എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ 2 വാക്യങ്ങൾ പറയാറുണ്ട്. ഇതാ യോഹന്നാൻ 4:34 മത്തായി 4:4 കൂടെ ചേർത്ത് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് മനസ്സിലാവും. മത്തായി 4:4 മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു വചനം കൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അതാ മത്തായി 4:4. അപ്പോൾ നമ്മുടെ ആഹാരം ദൈവത്തിൻ്റെ വചനമാണെന്ന് ഇവിടെ പറയുന്നത്, മത്തായി 4:4 പറയുന്നത്. എന്നാൽ യോഹന്നാൻ 4:34 യേശുവിനെ പറയുന്നത് തൻ്റെ ആഹാരം എന്താ? പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് തൻ്റെ വേലയെ തികയ്ക്കുന്നതാണ് ആഹാരം എന്ന് പറയുന്നുണ്ട്. അപ്പം പിതാവിൻ്റെ ഇഷ്ടമാണ് ആഹാരം. ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ആഹാരം. അപ്പം ദൈവത്തിൻ്റെ വചനം എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. A=B, B=C. സോ A=C. അത് നമ്മൾ മത്തായി 4:4 യോഹന്നാൻ 4:34 കൂടെ ചേർത്ത് ദൈവത്തിൻ്റെ, അപ്പം ആ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ വചനം, ഓരോ സമയത്ത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ വചനമുണ്ട്. അതിന് നമ്മുടെ സ്വന്തം ഇഷ്ടം അങ്ങ് കീഴടക്കി കൊടുത്ത് പരിശുദ്ധാത്മ നമ്മൾ നിറയുമ്പോഴാണ്, അങ്ങനെ ആ വചനം അനുസരിക്കുമ്പോഴാണ് കർത്താവിനെ നമുക്ക് കൂടുതലായിട്ടൊരു വെളിപ്പാടായിട്ട്, യേശുവിനെ കൂടുതലായിട്ട് വ്യക്തമായിട്ട് അറിയാനും, കർത്താവിൻ്റെ ആ ക്രൂസിൻ്റെ വഴിയിൽ, അനുസരണത്തിൻ്റെ വഴിയിൽ, ആ ഒരു ജയോത്സവത്തിൻ്റെ വഴിയിൽ നമ്മൾ നടക്കുമ്പോഴേ യേശുവിനെ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് വെളിപ്പാടായിട്ട് ലഭിക്കുന്നത്. അതാ ഒന്നാമത്തെ ആ ഒരു അനുഗ്രഹിക്കപ്പെട്ടതിനെ കുറിച്ചുള്ള അവസ്ഥ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ബ്ലെസ്സഡ് എന്നുള്ള വാക്ക്, അപ്പം വെളിപാട് 1:3 ബ്ലെസ്സഡ് എന്നുള്ളൊരു വാക്ക് നമ്മളിപ്പം വായിച്ചു. അപ്പോൾ 7 തവണ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ നമ്മൾ വായിച്ചു വെളിപാട് 1:3. ഇനി വെളിപാട് 14:13 നമ്മളിപ്പം 9:30 ആയതുകൊണ്ട് ഞാനത് 14:13 വായിച്ചുകൊണ്ട് നമുക്കങ്ങ് കൺക്ലൂഡ് ചെയ്യാം. 14:13 എന്താ വായിക്കുന്നത്? ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. കർത്താവിൽ മരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. നമ്മൾ കർത്താവിൽ മരിക്കണമെങ്കിൽ ആർക്കേ കർത്താവിൽ മരിക്കാനൊക്കെ ഉള്ളൂ? കർത്താവിൽ ജനിച്ചവർക്കേ കർത്താവിൽ മരിക്കാനൊക്കെ ഉള്ളൂ. എന്ന് വെച്ചാൽ കർത്താവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും ജനിച്ചവര്. വീണ്ടും ജനിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ പാപകൂപത്തിൽ കിടന്ന് നാം ഇന്ന് പരന്റെ വാഗ്ദത്ത സുതരല്ലോ എന്ന് പറയുന്നത് പോലെ പാപകൂപം, പാപത്തിനെ കിണറ്റി കിടന്നവരെ കർത്താവ് നമ്മളെ ആത്മാവിനാൽ വീണ്ടെടുത്തു. അതാ കർത്താവിൽ നമ്മളെല്ലാവരും
അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു എന്ന കർത്താവ് നമ്മൾ ജനിക്കണം എന്ന് പറഞ്ഞാൽ, കർത്താവ് ഞാൻ പാപിയാണ്, എൻ്റെ പാപങ്ങളെല്ലാം നേറ്റ് പറഞ്ഞ് ഉപേക്ഷിക്കുന്നു, അവിടത്തേക്കായിട്ട് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അവിടുന്ന് മാത്രം സത്യദൈവം ഞാൻ വിശ്വസിക്കുന്നു, അവിടുന്ന് എൻ്റെ പാപങ്ങൾ കൊണ്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ കർത്താവിനായിട്ടൊരു കൊച്ചുകുഞ്ഞിനെ പോലെ ജീവമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വന്ന് നമ്മൾ കർത്താവിൽ ജനിക്കും. അതാ വീണ്ടും ജനിക്കുക, ബോൺ അഗെയിൻ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ളവരെ പിന്നെ അങ്ങനെയുള്ളവർ മരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ അതേ വിശ്വാസത്തിന് നിലനിന്നുണ്ട്, വിശ്വാസത്തിന് വീണു പോകുന്നവരുണ്ട്, എന്നാൽ വിശ്വാസത്തിന് നിലനിന്ന് അവര് അന്ത്യത്തോളം കർത്താവിൻ്റെ വിശ്വാസത്തിൽ വളരുന്നവർ, അങ്ങനെയുള്ളവർ മരിക്കുമ്പോൾ അവർ എന്താ, അയ്യോ കഷ്ടം അവർ മരിച്ചു പോയല്ലോ എന്നുള്ളതല്ല, അവർ ജസ്റ്റ് മരിച്ചിട്ടില്ല, ശരിക്കും പറഞ്ഞാൽ അവർ ഉറങ്ങുക. ആരെങ്കിലും ഉറങ്ങിയാൽ നമ്മൾ അയ്യോ ഉറങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അവരങ്ങ് എഴുന്നേക്കും എന്ന് പറഞ്ഞതുപോലെ കർത്താവിൽ മരിക്കുന്നവരെ കുറിച്ച് പറയുന്നത് അവർ ഉറങ്ങുവാന്നാ പറയുന്നത്. ലാസറസ് ഉറങ്ങുവാന്നാ കർത്താവ് പറഞ്ഞേ. ഈ മറ്റേ യായിറോസിന്റെ പുത്രി ഉറങ്ങുവാന്നാ പറഞ്ഞത് വെച്ചാൽ അവള് യഹോവയായ ദൈവത്തിലുള്ളൊരു വിശ്വാസമുള്ളൊരു പൈതലായിരുന്നു, അതുകൊണ്ട് അവൾ ഉറങ്ങുവാന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും കളിയാക്കി ചിരിച്ചു എന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട് മത്തായി 9-ാം അധ്യായത്തിൽ. അപ്പം കർത്താവിൽ മരിക്കുന്നവരൊക്കെ ഉറങ്ങുക, അവർ പിന്നെ പുനരുദ്ധാനത്തിൽ അങ്ങ് എഴുന്നേൽക്കും. അവർ ഉറങ്ങുവാണ്, എന്നാൽ അവർ റെസ്റ്റിലാണ്, സ്വസ്ഥതയിലാണ്, എന്നാൽ അവർ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ അനന്ത പരിപൂർണതയിൽ സന്തോഷത്തിലാണ്. ഇപ്പം നമ്മളുടെ സഭയിൽ തന്നെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കടന്നുപോയ നമ്മുടെ സഹോദരങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ പൊന്നം ബ്രദറുണ്ട്, മോളി സിസ്റ്ററുണ്ട്, സാം ബ്രദറുണ്ട്. അവരൊക്കെ ഇപ്പം എന്തോ വലിയ സന്തോഷത്തിൻ്റെ പരിപൂർണതയിൽ അങ്ങ് വലിയ കർത്താവിൻ്റെ മുഖം കണ്ട് എത്ര വലിയ സന്തോഷത്തിലായിരിക്കും അവരായിരിക്കുന്നത്. അവർ കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പം ആ കാര്യങ്ങൾ നമ്മൾ രണ്ടാമത്തെ ഭാഗ്യാവസ്ഥ. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ കണ്ടേ? ദൈവത്തിൻ്റെ വചനത്തിലൊരു പൂർണ്ണത 7. നമ്മൾ വിചാരിക്കുന്നത് 7 എന്നുള്ളത് ഇത്രയ്ക്ക് ഇങ്ങനെ വലിച്ചു വാരി പറയേണ്ട കാര്യമുണ്ടോ വേറെ എന്ന് ചോദിച്ചാൽ, ഇത് മനുഷ്യരാരെങ്കിലും എഴുതി വെച്ച സംഭവമായിരുന്നെങ്കിൽ ഇതിന് ഇത്രയും കോറിലേഷൻ വരുമോ എന്നുള്ളതാണ്. ഇപ്പം മനുഷ്യരൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചായിരുന്നെങ്കിൽ ഇതിന് ഇത്രയും കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കോർത്തിണക്കപ്പെട്ട ഒരവസ്ഥ ഉണ്ടാവത്തില്ല. എന്നാൽ ഇത് ദൈവാത്മാവ് എഴുതിയ ഒരേ ഒരു പുസ്തകം, ഈ ലോകത്തിലെ പരിശുദ്ധാത്മാവ് ദൈവം തന്നെ എഴുതിയ ഒരേ ഒരു പുസ്തകം ഈ ബൈബിളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇപ്പം 7 എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെ അവിടെ എല്ലാം 7 തന്നെ. അതിൻ്റെതായ ഒരു മനോഹാരിത നമ്മൾ കാണുന്നുണ്ട്. എത്ര കറക്റ്റായിട്ടല്ല കൃത്യമായിട്ടെല്ലാം കാര്യങ്ങളൊക്കെ കോർത്തിണക്കി ദൈവം വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ബൈബിൾ സ്റ്റഡി ആകുമ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പോയി കാണുമ്പോൾ അവിടെ യഥാർത്ഥത്തിലുള്ളൊരു ദൈവപൈതലിന് അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. കർത്താവിൻ്റെ വചനം ഞാൻ കണ്ടു, ഞാൻ ആർത്തിയോടെ ചെന്ന് ഭക്ഷിച്ചു എന്നൊക്കെ യെരമ്യാവ് 19:15 തോന്നുന്നില്ലേ ആ വാക്യമൊക്കെ നമ്മൾ വായിക്കുന്നത്. ഐ സോ ദ വേർഡ്സ് ആൻഡ് വാക്യം കൂടെ അങ്ങ് എടുക്കാതെ യെരമ്യാവ് 15 അതുകൊണ്ട് പറഞ്ഞ് ഒടുവിൽ സഹോദരന്മാരെ എന്ന് പറയുന്നവരെ നമുക്ക് എല്ലാവർക്കും അറിയാം. യെരമ്യാവ് 15:16 എന്താ വായിക്കുന്നേ? ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. യുവർ വേർഡ്സ് വെ ഫൗണ്ട് ആൻഡ് എയ്റ്റ് ദം. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. അതുപോലെയാണ് നമ്മളുടെ അവസ്ഥ. ഈ സൗരം കുറേ റെഫറൻസ് പറഞ്ഞ് ഞങ്ങളെ ബോറടിപ്പിച്ചതാണ്. അത് അവിടുത്തെ വചനങ്ങൾ ഞങ്ങൾ കണ്ടെത്തി ഭക്ഷിച്ചു, അവിടുന്ന് കണ്ടെത്തി ഇവിടുന്ന് കണ്ടെത്തി, ആ റെഫറൻസിൽ നിന്ന് കണ്ടെത്തി ഈ റെഫറൻസിൽ നിന്ന് കണ്ടെത്തി, ആ വചനം എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി എന്ന് പറഞ്ഞ് അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തു ശിഷ്യന്റെ മനോഭാവം. അത് നമുക്കിതൊരു ബൈബിളിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് കണ്ടപ്പോൾ ആ ഒരു 7 എന്നുള്ളൊരു സംഖ്യ നമ്മളെ ബൈബിളിലൊരു ആകത്തൊക്കെ വെളിപ്പാട്, നമുക്ക് എങ്ങനെ വെളിപ്പാട് ഉണ്ടാവുന്നത്, നമ്മുടെ സ്വന്തം ഇഷ്ടം അതിനെ തിരശ്ശീല ചിന്തപ്പെടുമ്പോഴാണ്, അനാച്ഛാദനം ചെയ്യപ്പെടുമ്പോൾ റെവലേഷൻ ഉണ്ടാകുന്ന, വെയിൽ മാറുമ്പോഴാണ് കർത്താവിൻ്റെ വെളിപ്പാട് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ആദ്യം കണ്ടു. പിന്നെ ആ ഒരു 7 എന്നുള്ള ആ ഒരു സംഖ്യയുടെ ആ ഒരു പ്രത്യേകത വചനത്തിലുടനീളമുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ അവസാനം നമ്മൾ വചനം അനുസരിക്കുന്നതിലാണ് ഭാഗ്യാവസ്ഥ. അതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. അപ്പോൾ ദൈവം നമ്മളെ എത്ര സ്പെഷ്യലായിട്ട് സ്നേഹിക്കുന്നു. ആ വചനം ഓരോ വചനവും എനിക്ക് എല്ലാ വചനങ്ങളും ഒരു പുതിയ നിയമ ശിഷ്യനെ സംബന്ധിച്ചുള്ള എന്തെല്ലാം ദൈവവചനത്തിലുണ്ടോ അതെല്ലാം എനിക്ക് അനുസരിക്കണം എന്നുള്ള ഒരു അതെല്ലാം എൻ്റെ വചനത്തിൽ ഒരു 100 ഫലം കായ്ക്കണം എന്നുള്ളൊരു തീക്ഷ്ണതയും ജാഗ്രതയും ഒക്കെ ഉള്ളവർക്ക് അത് എത്ര വലിയ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. അതിനൊക്കെ ഉണ്ട് ഞാൻ തോന്നുന്നതൊക്കെ അനുസരിച്ചോളാം എന്നുള്ളൊരു മനോഭാവമല്ല. കർത്താവേ എനിക്കെല്ലാം അനുസരിക്കണം. എനിക്കിപ്പോൾ സ്വർഗത്തിൽ വന്നിട്ട് ഈ വചനമൊക്കെ അനുസരിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഭൂമിയിൽ എനിക്ക് ക്രൂശെടുത്ത് ഈ വചനം അനുസരിക്കാനായിട്ടൊക്കത്തുള്ളൂ. ക്രൂശെടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വയത്തിന് മരിച്ച് കർത്താവിനെ ആത്മാവിനെന്ന് പറഞ്ഞ് എനിക്ക് അനുസരിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിപ്പം ഇത് അനുസരിക്കണം. എന്നാൽ എന്നെ കർത്താവ് വിളിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് വചനമല്ല എനിക്ക് ഇപ്പോഴും അനുസരിക്കണ്ടേ എന്നുള്ളൊരു
ആ ഒരു വചനത്തെ അനുസരിക്കുന്ന കാര്യവും പിന്നെ കർത്താവിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഭാഗ്യാവസ്ഥയെക്കുറിച്ചും ഇപ്പോൾ നമ്മൾ കണ്ടു. നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, നന്ദി കർത്താവേ, അവിടുത്തെ വചനത്തിലെ നിക്ഷേപങ്ങൾക്കായിട്ട് സ്തോത്രം. അത് കർത്താവേ, അവിടുത്തെ വചനം എത്ര ആഴമുള്ളത് കർത്താവേ, ഞങ്ങൾക്ക് എത്ര കുറച്ചേ അറിയത്തുള്ളൂ. ഇനി ഞങ്ങൾക്ക് അതിലെ നിക്ഷേപങ്ങളെ, ട്രഷേഴ്സിനെ, നിധികളെ കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെ കർത്താവേ, ആ ആ വചനം ഞങ്ങൾക്ക് ആവേശവും സന്തോഷവും ഒക്കെ ആയി തീരട്ടെ. അവിടുത്തെ വചനത്തെ ആഴത്തിൽ അറിയുവാനും ധ്യാനിക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. എത്ര എത്ര പേരുടെ രക്തസാക്ഷിത്വത്തിന് ശേഷമാണ് കർത്താവേ ഞങ്ങൾക്ക് ഈ വചനം ഈ ഒരു അളവിൽ ഞങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നത് കർത്താവേ. അതെല്ലാം വാല്യൂ ചെയ്യുവാനും വിലമതിക്കുവാനും കർത്താവെ ആ കാര്യങ്ങൾ അനുസരിക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. കൂടുതൽ ലഭിക്കുന്നതിനോട് കൂടുതൽ ചോദിക്കുമല്ലോ കർത്താവെ. ഞങ്ങളാരും ലജ്ജിച്ചു പോകാനിട വരരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ നിറച്ചാട്ടെ. ഞങ്ങളുടെ ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളെയും പ്രത്യേകമായിട്ട് ഉത്സാഹിപ്പിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാം യേശുവിൻ്റെ വിലയേറിയ മധുരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.